കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രൂശിലൂടെ തൻ്റെ ജീവിതത്തെ മാതൃകയാക്കി ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ലോകത്തിൽ ഞങ്ങളായിരിക്കുന്ന സമയത്ത് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർക്കുവാനും മറ്റുള്ളവരോട് ഞങ്ങളുടെ ജീവിതത്തിൽ ക്ഷമിച്ചോ എന്ന് ചിന്തിക്കുവാനുമുള്ള ഒരവസരമായി ഇന്നത്തെ ദിവസം മാറ്റിയെടുക്കണമേ. കുറവുവശങ്ങളും കുറ്റങ്ങളെല്ലാം നിറഞ്ഞ ഈ ലോകത്ത് യേശു കാണിച്ചു തന്ന മാർഗത്തെ പിന്തുടർച്ചുകൊണ്ട് ജീവിപ്പാൻ, അങ്ങേക്ക് വേണ്ടി ഉത്തമ സാക്ഷികളായി തീരുവാൻ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമായി തീരുമെന്ന് പ്രത്യാശയോടുകൂടി ആയിരിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോ മക്കളെയും സംസാരിക്കുന്ന ബലഹീനടിയെയും അതിലേക്ക് സമർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം സഹായിച്ച വലിയ മുഹൂർത്തങ്ങളെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചതാണ്, ഞാൻ അമ്പലവേൽ ഈ മഹാനഗരിയിൽ അമ്പലവേൽ സഭയിലെ അംഗമാണ്. ഈ വർഷമെങ്കിലും വെള്ളിയാഴ്ച എൻ്റെ പള്ളിയിൽ പോകണം ഞാൻ ആഗ്രഹിച്ചതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ അവിടെ പോയിട്ട്, പിന്നീട് സ്നേഹത്തോടുകൂടി എൻ്റെ അച്ഛൻ നിർബന്ധിച്ചപ്പോൾ ഈ കാര്യം ഏറ്റെടുക്കുകയായിരുന്നു. ഈ ദിവസം മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. കഴിഞ്ഞ 6 വർഷമായിട്ട് എൻ്റെ കൂടെ പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സാധിച്ചൻ അച്ഛൻ നിങ്ങളുടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നതിൽ ഈ സന്തോഷം. നിങ്ങൾ നൽകിയിരിക്കുന്ന ദാനങ്ങളെയും താരങ്ങളെയും നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എല്ലാവിധമായ കൃപയും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നാൽ മാത്രമായി പ്രാർത്ഥിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിലെ 7 മൊഴികളിൽ 3 മനുഷ്യരോടും 3 ദൈവത്തോടുമാണ് പറയുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നേരത്തെ അച്ഛൻ വളരെ മനോഹരമായി ക്രൂശിനെക്കുറിച്ചും യേശുവിനെ ക്രൂശിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും വളരെ മനോഹരമായി നിങ്ങളോട് പറയുകയുണ്ടായി. ആദ്യകാലങ്ങളിലെല്ലാം ചാട്ടവാറടിച്ച് വിട്ടയപ്പിക്കുക അല്ലെങ്കിൽ ചാട്ട കൊണ്ടടിക്കുക എന്നുള്ളതെല്ലാം നമ്മുടെ ചിന്തയിൽ വളരെ ചെറിയൊരു കാര്യമായി. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ക്ഷീണിതനായ ഒരു മനുഷ്യനെ ആ ശരീരത്തെ മുഴുവൻ അറുത്ത് മുറിച്ച് മാറ്റപ്പെടുന്ന ഒരവസ്ഥയിൽ ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് മുറിപ്പെടുത്താൻ പറ്റുമോ ആ ഭാഗത്തെ എല്ലാം ഒരുപക്ഷെ ചാട്ട കൊണ്ട് അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ അസ്ഥി കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഇരുമ്പ് കഷ്ണങ്ങൾ ദശയുള്ള ഭാഗത്താണ് അടിച്ചു കയറുക. എല്ല് മാത്രം തള്ളി നിൽക്കുന്നിടത്ത് കയറാൻ സാധ്യതയില്ല. ഈ മാംസം അതുപോലെ പറിച്ചെടുത്തുകൊണ്ട് അതിൽ നിന്ന് വീഴുന്ന ചോരയുടെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ ആ ചാലുകളിൽ നിന്ന് മനുഷ്യൻ വേദന അനുഭവിക്കുന്ന ഏറ്റവും എക്സ്ട്രീമായൊരവസ്ഥയിൽ ആ അവസ്ഥയിൽ കിടന്ന് യേശു കർത്താവ് ജനത്തോട് പറയുകയാണ്, അല്ലെങ്കിൽ പിതാവായ ദൈവത്തോട് പറയുകയാണ്, എന്നെ ഉപദ്രവിച്ച ഈ ജനം ചെയ്യുന്ന പ്രവൃത്തികളെ അവരോട് ക്ഷമിക്കണമെന്ന്. 6 നിസ്കാരങ്ങൾക്ക് ശേഷമാണ് യേശു കർത്താവ് ഇപ്രകാരം ക്രൂശിലേക്ക് എത്തുന്നത്. ഈ 6 നിസ്കാരത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നടത്തിക്കൊണ്ടല്ല മനുഷ്യനെ പോകുന്നത്, വലിച്ചിഴച്ചുകൊണ്ടാണ് പോകുന്നത്, ഉന്തിയും തള്ളിയും കൊണ്ടാണ് പോകുന്നത്. മാനസികമായ സമ്മർദ്ദം ഒരു ഭാഗത്ത് അനുഭവിക്കുകയാണ്. അതായത് പല ഭാഗത്തു നിന്നുള്ള ആക്രോശങ്ങൾ, പല ഭാഗത്തു നിന്നുള്ള പുലഭ്യം പറയലുകളും അതുപോലെ തന്നെ കളിയാക്കലുകളും പരിഹസങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് ശാരീരികമായ പീഡകൾ. ഈ പീഡകളുടെയും ആക്രോശങ്ങളുടെയും നടുവിലൂടെ വളരെ വേദനയോടുകൂടി സങ്കടത്തോടുകൂടി ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ തൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ നോക്കുന്ന ജനക്കൂട്ടം പിന്നെയും അവനെ പരിഹസിക്കുമ്പോൾ യേശു ക്രിസ്തു അവരോട്, പിതാവായ ദൈവത്തോട് പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ക്ഷമയ്ക്കുള്ള പ്രാധാന്യം? പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ
ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഏറ്റവും നിലനിൽപ്പിന് കാരണമായ ഒന്ന് ക്ഷമയാണെന്നാണ്. എന്താണ് ക്ഷമയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം? നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ, നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തലമുറയായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടം അതുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ മൊഴികളെല്ലാം പരിശോധിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പ്രകാരം പറയുന്നു, പിതാവിന്റെ മടിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിവന്ന് 7 പടികൾ താഴോട്ട് ഇറങ്ങിവന്ന് ഒരു സഹനത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്ഷമയുടെ ഒരു സാഹചര്യത്തെയാണ് യേശു കർത്താവിനെ പഠിപ്പിക്കുന്നത്. ഒന്നാമത് പഠിപ്പിക്കുന്നത് പ്രാർത്ഥന എന്ന ശുശ്രൂഷയാണ് യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. സ്വന്തം ശരീരത്തെയും മനസ്സിനെയും കീറിമുറിക്കുന്ന വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ ആ തന്നെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ യുക്തി എപ്രകാരമാണ് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നാം നടന്നതാണെന്ന് വിചാരിക്കുക. നമ്മുടെ കാലൊന്ന് പതുക്കി ഒന്ന് ബെൻഡായിട്ടുണ്ടെങ്കിൽ നാം ഉടനെ തന്നെ പണ്ട് പറയും, അല്ലെങ്കിൽ ചീത്ത പറയും. നമ്മുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കും, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന്. ഞാൻ ആലയത്തിൽ നിന്ന് ഇറങ്ങി വരല്ലേ എന്ന് ചോദിക്കും. നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അവിടെ നാം ദൈവത്തെയാണ് പഴി പറയുന്നത്. പ്രാർത്ഥന എന്ന വലിയൊരു ശുശ്രൂഷ, തന്നെ വേദനിപ്പിക്കുന്നവരോട്, തന്നെ ഇടർച്ച വരുത്തുന്നവരോട് പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു ആഹ്വാനം കഴിയുവാൻ ആ ഒരു സ്നേഹമാണ് ക്രൂസിലൂടെ ദൈവം കാണിച്ചത്, യേശു കർത്താവ് ആദ്യമേ കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ഷമിക്കാറുണ്ടോ? മനസ്സ് മുഴുവൻ ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ മനസ്സ് മുഴുവൻ വൈരാഗ്യത്തോടു കൂടിയോ മനസ്സ് മുഴുവൻ മറ്റുള്ള ചിന്തകളോടുകൂടിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ യേശു കർത്താവ് പറയുകയാണ്, നിന്റെ സഹോദരനോടാണെങ്കിൽ, നിന്റെ ഭാര്യയോടാണെങ്കിൽ, നിന്റെ മക്കളോടാണെങ്കിൽ, നിന്റെ മാതാപിതാക്കളോടാണെങ്കിൽ, നിന്റെ അയൽപക്കക്കാരനോടാണെങ്കിൽ, ആരോടാണെങ്കിലും ക്ഷമിച്ചാൽ മാത്രമേ ദൈവം കാണിച്ചു തന്ന വലിയൊരു മാർഗം നിനക്ക് പിന്തുടരുവാനായിട്ട് കഴിയുള്ളൂ. ഒറീസയിലെ ക്രിസ്ത്യൻ മിഷണറി ആയിരുന്ന ഗ്രഹാം സ്റ്റീൽസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഗ്രഹാം സ്റ്റീൽസിനെയും മക്കളെയും ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചുട്ടുകൊന്നു, വളരെ ഭീകരമായി ചുട്ടുകൊന്ന ഗ്രഹാം സ്റ്റീൽസിൻ്റെ ആ മക്കളെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും ഇല്ലാതാക്കിയ വ്യക്തിയോട് ദേഷ്യമില്ലേ എന്നാണ്. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രകാരം പറഞ്ഞു, ഞാനവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് അവരോട് വൈരാഗ്യമില്ല. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവർ ഏതെങ്കിലും സാഹചര്യത്തിൽ തിരിച്ചു വരണമേ, ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരണമേ എന്നാണ്. കുറേ കാലങ്ങൾക്ക് മുൻപ് ഒരു പത്രവാർത്തയിൽ പ്രകാരം ഉണ്ടായിരുന്നു, ഗ്രഹാം സ്റ്റീൽസിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ചുട്ടുകൊന്ന ധാരാസിംഗ് എന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഒരു സുവിശേഷകനായി മാറിയെന്ന് കാലമടയാളപ്പെടുത്തി. എങ്ങനെയാണ് സംഭവിക്കുന്നത്? നാം നിസ്സാരമാണെന്ന് വിചാരിക്കും. പ്രാർത്ഥന എന്നുള്ള കാര്യം വളരെ നിസ്സാരമാണെന്ന് നാം ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മെ തള്ളുമ്പോൾ, നമ്മെ വേദനിപ്പിക്കുമ്പോൾ, അവനെ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാക്കി കൊടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. 2 കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇവരുടെ കയ്യിൽ 2 പേരെങ്കിലും ഓരോ കഷ്ണം നാരങ്ങയുണ്ട്. ഈ നാരങ്ങയുടെ ഇവരിങ്ങനെ ലേശം ഉപ്പ് കൂട്ടി ഇങ്ങനെ വായിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ കൂട്ടത്തിൽ വികൃതിയായ ഒരു കുട്ടി ഇവൻ നേരെ ചെന്ന് ഈ നാരങ്ങ പിഴിഞ്ഞ് തൊട്ടടുത്ത വീട്ടിൽ അവൻ്റെ തൊട്ട കൂട്ടുകാരൻ്റെ കണ്ണിലേക്ക് പിടിച്ചു. ഇവൻ കണ്ണുപൊത്തി ആകെ ഓടി വീട്ടിലേക്ക് ചെന്ന് കയറി. അങ്ങനെ അമ്മ വടിയൊക്കെ എടുത്ത് ചോദിക്കാൻ വന്നു, എന്താണ് ചെയ്തത്? അപ്പുറത്തെ വീട്ടിലെ അമ്മയും വന്നു. 2 വീട്ടുകാരും തമ്മിൽ ഭയങ്കര വഴക്കെന്ന് വെച്ചാൽ വളരെ ആ നാട്ടുകാർ മുഴുവൻ അറിയുന്ന രീതിയിലുള്ള വഴക്കായി മാറിയ അവരുടെ പ്രശ്നം. 2 പേരും ഒരേ പള്ളിയിൽ ഒരേ ബെഞ്ചിൽ ദൈവത്തെ ആരാധിക്കുന്ന ആൾ, ഒരേ ദിവസം കമ്മ്യൂണിയൻ എടുക്കാൻ പോകുന്ന ആൾക്കാർ, പരസ്പരം ക്ഷമിക്കാൻ കഴിയുന്നില്ല. യേശു നമ്മെ പഠിപ്പിച്ച, ക്രൂസിൽ നിന്ന് പഠിപ്പിച്ച ആദ്യത്തെ കാര്യം, നിന്നെ ആരെങ്കിലും വേദന വരുത്തിയിട്ടുണ്ടെങ്കിൽ, നിന്നെ ആരെങ്കിലും ഇടച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ, നിന്നെ ആരെങ്കിലും സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കാനാണ് നീ ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ ആദ്യം പഠിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളാകാം നമ്മെ സങ്കടപ്പെടുത്തിയത്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മക്കളാകാം, അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കക്കാരനാകാം,
നമ്മുടെ കുഞ്ഞുങ്ങളാകാം. ഇവരോട് ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടാകിൽ മാത്രമേ ദൈവവുമായി നമുക്ക് ഏക മനോഭാവം പുലർത്താൻ കഴിയുള്ളൂ എന്ന്. പ്രതികാരനീതി എന്നൊരു വാക്കുണ്ട്. പ്രതികാരനീതി നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. മധു എന്നൊരു ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തല്ലിക്കൊന്നു. ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചതിന് തല്ലിക്കൊന്നു. അവരുടെ പ്രതികാരത്തിന്റെ ചിന്താഗതി വളരുകയാണ്. എല്ലാവരും കൂടി ആൾക്കൂട്ടങ്ങളെല്ലാം സംഘടിച്ച് ഈ ചെറുപ്പക്കാരനെ തല്ലിക്കൊല്ലുന്ന ഒരു കാഴ്ച. അതിന്റെ വിധിയെല്ലാം അടുത്ത സമയത്താണ് വന്നത്. ഈ പ്രതികാര നീതി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വന്നത്? മറ്റുള്ളവന്റെ കണ്ണുനീര് കാണുവാൻ അല്ലെങ്കിൽ അവനെ സഹായിക്കുവാൻ കഴിയാതെ അവനെ ഇല്ലായ്മ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എനിക്കോ നിങ്ങൾക്ക് ഒരാളോട് വൈരാഗ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ, എനിക്കോ നിങ്ങളോട് ഒരാളോട് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്യുന്ന ആ പ്രതികാര നീതി യേശുക്രിസ്തു ക്രൂസിൽ നിന്ന് ഇല്ലാതാക്കിയിരിക്കുകയാണ്. ആ ഒരു നീതിയാണ് യേശുക്രിസ്തു ക്രൂസിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അത് ഞാൻ ഇല്ലാതാക്കുന്നു എന്ന് കർത്താവ് പറയുന്ന വലിയൊരു കാഴ്ചയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തു ഇല്ലാതാക്കിയ ഒരു പ്രതികാര നീതിയോടുകൂടി നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമെന്ന് ഒന്ന് പരിശോധിക്കുന്നത് ആവശ്യമാണ്. ഇന്ത്യ വിഭജന കാലത്ത്, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ ശേഷം ഗാന്ധിജി ആദ്യം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പാകിസ്ഥാൻകാർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത്. ഇന്നെങ്ങാനുമാണ് ഗാന്ധിജി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക നമുക്കറിയാം. നമ്മുടെ അയൽപക്കത്തുള്ള ആളുകളെ വിധിക്കുവാൻ വേണ്ടി നമുക്ക് അവകാശമില്ല. മറ്റുള്ളവരെ നിസ്സാരായി എണ്ണുവാൻ പോലും നമുക്ക് അവകാശമില്ല. നമ്മുടെ കുടുംബാംഗങ്ങളെ നമുക്ക് വിധിക്കുവാൻ അവകാശമില്ല. അതിനെല്ലാം കാര്യമുള്ള ഒരു വ്യക്തി ലോകത്ത് നമുക്ക് വേണ്ടി ജീവിച്ചിരിപ്പുണ്ട്. അത് ദൈവമാണ്. ദൈവത്തിനാണ് ഒരാളെ വിധിക്കുവാനുള്ള അവകാശമുള്ളത്. ഇവിടെയാണ് ദൈവം പറയുന്ന വാക്കിന്റെ പ്രസക്തി. ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. സങ്കടപ്പെടുത്തുന്നവനെ ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് വേണം. അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. നാം എല്ലാം പാപത്തെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകളാണ്, അല്ലേ? നമ്മളെല്ലാം ജീവിതത്തിൽ പാപങ്ങളെ നാം വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. പാപം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമായി കഴിഞ്ഞെങ്കിൽ ദൈവം നമ്മളോട് ക്ഷമിക്കും എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി പാനീയാഗമായി നുറുക്കപ്പെട്ട് അല്ലെങ്കിൽ പാനീയാഗമായി അറുക്കപ്പെട്ട് ക്രൂശിൽ മരിച്ച കർത്താവ് നമ്മോട് കാണിച്ചു തരുന്ന വലിയ ശക്തമായ ഒരു പാഠമുണ്ട്. തൻ്റെ ശുശ്രൂഷ കാലയളവിൽ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വ്യഭിചാര കുറ്റം ചെയ്ത ഒരു സ്ത്രീയെ പിടിച്ചു കൊണ്ടുവന്നു. യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അവരോട് പറയുന്നു, നിങ്ങൾ വ്യഭിചാരം ചെയ്യാത്തവർക്ക് കല്ലെറിയട്ടെ എന്നല്ല പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്ത ആളുകൾ ഇവിടെ കല്ലെറിയട്ടെ എന്നാണ് പറഞ്ഞത്. പാപം എന്ന കാര്യത്തെ നമുക്കൊരിക്കലും നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അതിനെ പലപ്പോഴും നാം നിസ്സാരമായി കാണുന്നു. പാപം എന്നുള്ള വലിയൊരു സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നാം ദൈവത്തോട് ചേർന്ന് പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, എൻ്റെ പാപം നീ ക്ഷമിക്കണമേ എന്ന്. അത് ഏറ്റവും സങ്കടത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും ഏറ്റവും വേദനയുടെ അനുഭവത്തിലാണെങ്കിലും നാം ദൈവത്തോട് പറയണം, ദൈവമേ, എൻ്റെ പാപങ്ങളെ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന്. നിസ്സാരമായിട്ട് പാപത്തെ തള്ളിക്കളയാൻ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ഭാഗത്ത് നാം കാണുന്ന കാര്യം ക്ഷമയുടെ ഒരു വ്യാപനമാണ്. യേശുക്രിസ്തു ചെയ്തത് ദൈവസ്നേഹം എന്നുള്ളത് കൊണ്ട് റിഡംഷൻ ആൻഡ് റെസ്റ്റോറേഷൻ, വീണ്ടെടുപ്പാണ് യേശുക്രിസ്തു നമുക്ക് നൽകിയത്. ശിംശോൻ തൻ്റെ മരണസമയത്ത് ശിംശോൻ എല്ലാ അവസ്ഥകളിലൂടെയും കടന്നുപോയി. അവസാന സമയത്ത് അവനൊരു കാര്യം തീരുമാനമെടുക്കുകയാണ്. താൻ അമിത ബലം കൊണ്ട് തൻ്റെ കൂടെയുള്ള കുറേ പേരെ അവൻ നശിപ്പിച്ചിട്ടാണ് മരിക്കുന്നതെന്ന് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ യേശുക്രിസ്തു എന്താണ് ചെയ്തത്? ക്ഷമ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് അനേകം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഒരു മാർഗമാണ് നൽകിയത്. സ്തെഫാനോസ് പറഞ്ഞു, തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു. തന്നെ കല്ലെറിഞ്ഞ ആളുകളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചിട്ടാണ് ലോകത്തോട് മാറ്റപ്പെട്ടു പോയി എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ചിന്തയിൽ നാം കാണുന്നത് ക്ഷമയുടെ വ്യാപനത്തെക്കുറിച്ചാണ്. ക്രൂശിൽ കിടന്ന് യേശു പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയാറുണ്ടോ? നമുക്ക് മറ്റുള്ളവരോട് അലിവ് കാണിക്കാൻ കഴിയാറുണ്ടോ? നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ കഴിയാറുണ്ടോ?
ഒന്നാമത്തെ തലത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ക്ഷമിക്കുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. നമ്മുടെ സഹോദരനോട് ക്ഷമിക്കുവാനുള്ളൊരു കഴിവുണ്ടാകണം. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനുള്ളൊരു കഴിവുണ്ടാകണം. നമ്മെ സങ്കടപ്പെടുത്തിയവരോട്, നമ്മെ പരിഹസിച്ചവരോട് നമുക്ക് ക്ഷമിക്കുവാനുള്ള ഒരു കഴിവുണ്ടാകണം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരനോട് ദേശം അവരുടെ മുഖം ഇങ്ങനെ ഒരു വശത്തേക്ക് ചെയ്തിട്ടാണ്. അവരിങ്ങനെ കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്തെല്ലാം ഇവരിങ്ങനെ മാറി പോകും. അപ്പം ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഒരു ഏറ്റവും വലിയൊരു വിദ്വാനുണ്ട്. അവരെല്ലാവരെയും കളിയാക്കും, വല്ലാതെ കളിയാക്കും. ഒരു ദിവസം നോക്കുന്ന സമയത്ത് ഇപ്പോൾ പറയുന്നു, അവരുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു കത്തിയുണ്ട്, പേന കത്തിയുണ്ട്. അവരുടെ അധ്യാപകരായിരുന്നു ചോദ്യത്തിലാണ്, എന്തെങ്കിലും ഒരു ദിവസം വരികയാണെങ്കിൽ എനിക്ക് അവൻ്റെ മുഖം ഏറ്റവും വികൃതമാക്കണം എന്ന് പറഞ്ഞു. ഒരു 7ാം ക്ലാസ്സുകാരൻ ആ സമയത്ത് പറഞ്ഞൊരു വാക്കാണ് ഞാൻ പറയുന്നത്. ആരോടാണ് വൈരാഗ്യം കാണിക്കുന്നത്? ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുന്നവരാണ്. നമ്മുടെ സഹോദരങ്ങളോട് നിരപ്പ് പ്രാപിക്കാൻ കഴിയുന്നവരാണോ? നമ്മുടെ കൂടെ ഇരിക്കുന്നവരുടെ സ്നേഹത്തോടുകൂടി ഒന്ന് കൈ കൊടുക്കുവാൻ കഴിയുന്നവരാണോ? കോവിഡ് ഉണ്ടായിരുന്ന സമയത്തെല്ലാം നമുക്കറിയാം, നമ്മൾ ദൈവത്താഴ്ച സൂക്ഷിക്ക് മുമ്പ് കയ്യസൂരി കൊടുക്കാറുണ്ട്. ചില പള്ളികളിലൊക്കെ ചെന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ഈ കുംഫു മാസ്റ്റർമാരൊക്കെ കുനിഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുന്ന മാതിരിയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഏതായാലും മാറ്റി പരസ്പരം കൈ കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. ആ ഒരു ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ പരസ്പരം ക്ഷമിച്ചുകൊണ്ട്, പരസ്പരം സ്നേഹിച്ചുകൊണ്ട്, പരസ്പരം ബഹുമാനിച്ചുകൊണ്ട്, പരസ്പരം അനുമോദിച്ചുകൊണ്ട് ജീവിക്കണമെന്നുള്ള വലിയ പാഠമാണ് ക്രിസ്തു നമ്മൾ പഠിപ്പിക്കുന്നത്. ക്രിസ്തു പറയുന്നു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. എനിക്ക് നിങ്ങളോട് ഈ വലിയ വെള്ളിയാഴ്ചകളാണ് പറയാനുള്ളത്. നമ്മെ വേദനിപ്പിക്കുന്നവരോട്, നമ്മെ സങ്കടപ്പെടുത്തുന്നവരോട് അവർ ക്ഷമിക്കുന്നത്, അവർ ചെയ്യുന്നത്, അവരുടെ പ്രവൃത്തികളെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു മനസ്സ് നമുക്കുണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് യേശുവിനെ നോക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ച ആ വാക്കുകൾ, ഇവരോട് ക്ഷമിക്കണമേ. മുകളിലേക്ക് നോക്കുന്ന സമയത്ത് നിന്റെ ജീവിതത്തിൽ ഒരു കുരിശുണ്ടെങ്കിൽ ആ കുരിശിൽ കിടക്കുന്ന യേശു കുരിശിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ കിടന്ന് യേശു കർത്താവ് പറയുകയാണ്, നീ എന്നെ ഒരുപാട് പ്രാവശ്യം വേദനിപ്പിക്കുമ്പോൾ, നീ ഒരുപാട് പ്രാവശ്യം സങ്കടപ്പെടുത്തുമ്പോൾ, നീ എനിക്ക് വിരോധമായി പാപം ചെയ്യുമ്പോൾ, ക്രൂശിൽ കിടക്കുന്ന യേശു കർത്താവ് പറയുകയാണ്, ഇവർ ചെയ്യുന്നത് ഇവരോട് ക്ഷമിക്കണമേ. രണ്ടാമത് നാം കാണുന്ന ഒരു കാര്യം വീണ്ടെടുപ്പിൻ്റെ ഒരു അനുഭവമാണ്. ക്ഷമയിലൂടെ, പ്രാർത്ഥനയിലൂടെ വീണ്ടെടുപ്പിൻ്റെ വലിയൊരു അനുഭവം യേശു കർത്താവ് നമുക്കിവിടെ പ്രദാനം ചെയ്യുന്നു. മൂന്നാമത് കാണുന്നു പ്രതികാര നീതി. അത് നമുക്കുള്ളതല്ല. നമ്മെ വേദനിപ്പിക്കുന്നവനെയോ, നമ്മളെ കഷ്ടപ്പെടുത്തുന്നവനെയോ, നമുക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നവനെയോ കാണുമ്പോഴുള്ള പ്രതികാര നീതി അത് നമുക്കല്ല. നാം ദൈവത്തിന് വിട്ടുകൊടുത്തേക്ക് അവൻ അതിന് പകരം ചെയ്യും. ലോകത്തിലുള്ള സർവ്വത്തിനെയും വിധിക്കുവാൻ ഞാനോ നിങ്ങളോ തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതമൊന്നും ഇല്ലാതായി തീരും. യേശു കാണിച്ച 4ാമത്തെ മാർഗം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എത്ര വലിയ സങ്കടത്തിലൂടെ പോകുമ്പോഴും, എത്ര വലിയ ദുഃഖത്തിലൂടെ പോകുമ്പോഴും, എത്ര വലിയ നടുവീർപ്പിൻ്റെ നടുവിലൂടെ നീ കടന്നു പോകുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഉപദ്രവിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ സങ്കടപ്പെടുത്തിയതിനു വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒന്നുമല്ലാതാക്കിയവന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് ക്രൂശിന്റെ 1ാമത്തെ വചനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ആ വചനങ്ങൾ അനുസരിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കണം. ക്രൂശിതമായി ഞങ്ങൾ വെളിപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ പ്രതികാര നീതിയുമായി ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ തള്ളിപ്പറഞ്ഞ്, ഞങ്ങളെ തിരസ്കരിച്ച വ്യക്തികളോട് ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കർത്താവേ, അത് ക്ഷമിക്കുവാനുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണമേ. ക്രൂശിലൂടെ നീ സാധ്യമാക്കിയ വീണ്ടെടുപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയുള്ളതാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് കൃപ ചെയ്യണമേ. അനുഗ്രഹത്തിൻ്റെ ഒരു വാതായനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവികമായ ഒരു പ്രവൃത്തിയുടെ ദീർഘമായ ഒരു കാഴ്ച കാണുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവരുടെ ഏകത്വം പ്രാപിപ്പാൻ വലിയ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് വലിയ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ക്രൂശിലെ
ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം 42-43 വാക്യങ്ങൾ. യേശു അവനോട്, നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ക്രൂശിലെ രണ്ടാമത്തെ മൊഴി കർത്താവ് ഒരു കള്ളനോട് പറയുന്ന മൊഴിയാണ്. രണ്ട് കള്ളന്മാരുടെ നടുവിൽ കിടക്കുമ്പോൾ യേശു പറയുന്ന ഒരു വാക്യമാണിത്. തൻ്റെ മരണസമയത്തും ഒന്നും അസാധ്യമല്ല എന്ന് തെളിയിക്കുന്ന ഒരു വാക്യം കൂടിയാണ് ഇത്. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും കള്ളന്മാർ എന്ന് പറഞ്ഞപ്പോൾ ലൂക്കോസ് ഇപ്രകാരമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്: ദുഷ്പ്രവൃത്തിക്കാർ എന്നാണ്. മത്തായി മർക്കോസും അടയാളപ്പെടുത്തിയതിന് ഭിന്നമായി നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് കഴിയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കാം: ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് യേശുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവും ദുഷ്പ്രവൃത്തിക്കാരനാണ് എന്ന് സ്ഥാപിക്കുവാനുള്ള ഒരു ശ്രമമായിട്ടാണ് നമുക്കിതിനെ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ സമയം മുൻപോട്ട് പോകുമ്പോൾ അവൻ ഒരുത്തൻ പറയുകയാണ്, നീ ക്രിസ്തു അല്ലേ, നീ നിന്നെ തന്നെ രക്ഷിക്കുക. രണ്ട് കള്ളന്മാരിൽ ഒരുവൻ പറയുകയാണ്, നീ ക്രിസ്തു അല്ലേ, നീ നിന്നെ തന്നെ രക്ഷിച്ച് ഞങ്ങളെയും കൂടി രക്ഷിക്കുക എന്ന് പറയുക. നാം എല്ലാം ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ അതെല്ലാം തെറ്റുകൾ അനുഭവിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ യേശുക്രിസ്തു ശിക്ഷ അനുഭവിക്കുന്നത് ഇല്ലാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത ഒരു കുറ്റത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ വേദഭാഗങ്ങളിൽ രണ്ടാമത്തെ കള്ളൻ പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നാണ്. യേശു അവിടെ അസാധ്യമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒന്നാമത്തെ കള്ളന്റെ ജീവിതം പരിശോധിച്ചാൽ അവൻ മരണത്തെ ഫേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖമായിട്ട് കാണുന്ന സമയത്ത് അവിടെയും അവൻ്റെ മനസ്സിലുള്ളത് ഈ ലോകത്തെക്കുറിച്ചും ജഡത്തെക്കുറിച്ചുമുള്ള ആഗ്രഹങ്ങളാണ്. എന്നാൽ അനുദപിച്ച രണ്ടാമത്തെ കള്ളൻ അവൻ കാണിച്ചു തരുന്ന ഒരു മാതൃക എന്നുള്ളത് അവന് ദൈവത്തോട് ചേരുവാൻ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കഴിവിനെ കുറിച്ചും അവന് സാധ്യമായ കാര്യങ്ങളെല്ലാം നടത്തും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ്. തൻ്റെ പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള ശിക്ഷ കിട്ടിയ കള്ളൻ മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ശിക്ഷയ്ക്കനുസരിച്ചുള്ള ശിക്ഷ ഏറ്റുവാങ്ങിയ കള്ളൻ അവൻ പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന്. ഈ സമയത്ത് അവനുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവ ഭയം എന്നുള്ളതാണ്. താൻ മരണത്തോടെടുക്കുന്ന സമയത്ത് തൻ്റെ ജീവിതം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകുമെന്ന പൂർണ്ണമായ ഒരു വിശ്വാസമുള്ള ഒരു സാഹചര്യത്തിൽ, ആ മരണത്തെ മുഖത്തോട് മുഖം കാണുന്ന സാഹചര്യത്തിൽ അവൻ പറയുകയാണ്, അവനൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്, ഞാൻ മരിച്ചു പോകും. അപ്പോൾ അവൻ്റെ മുൻപിലുള്ള സാധ്യത എന്നുള്ളത് യേശുവിൽ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ്, അവന് പാപബോധം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാപബോധം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടുന്ന ഒന്നാണ്. ഒരു ചെറിയൊരു കഥ നിങ്ങളോട് പറഞ്ഞു തരാം. ഈ സ്ഥലത്ത് ഒരു അമ്മച്ചി മുറ്റമടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മുറ്റമടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ചെറിയൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുന്നുണ്ടായിരുന്നു. വെള്ളം ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ ചുവട്ടിൽ ചെറിയ തീയുണ്ട്. ഈ തീ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചെറു ചൂടോടുകൂടി ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഒരു തവളയാണ് ചാടി വന്നു. ഈ തവള ഈ പാത്രത്തിലേക്ക് എടുത്ത് ചാടി. ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കാണെങ്കിലും നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ കുടിക്കാനൊരു സുഖമുണ്ട് എന്ന് പറഞ്ഞൊരു ഈ തവള ഇതിനകത്ത് ചാടി കളിക്കാനായിട്ട് തുടങ്ങി. കുറേ സമയം ഇങ്ങനെ തവള ഇങ്ങനെ ചാടി കളിക്കുന്നു. അപ്പോൾ തവളയ്ക്ക് ഭയങ്കര താല്പര്യം, ഭയങ്കര ഇൻട്രസ്റ്റഡായി. കാരണം ചൂടുവെള്ളത്തിൽ കിടന്നിങ്ങനെ കളിക്കുകയാണ്. കുറേ സമയം കഴിയുന്ന സമയത്ത് ഈ മുറ്റമടിച്ചുകൊണ്ടിരുന്ന അമ്മച്ചി നേരെ ഈ ചപ്പും കരിയിലും എല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ അടുപ്പിൻ്റെ അടിയിലേക്ക് ഇട്ടു.
വെള്ളം വെട്ടിത്തിളയ്ക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ആ തവള ആ വെള്ളത്തിൽ കിടന്ന് ഇല്ലാതായി. ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യുമ്പോൾ ആരും കാണുന്നില്ല എന്നുള്ളൊരു സന്തോഷത്തോടു കൂടി നാം അതിനെ മടക്കി വയ്ക്കും. ആ ചെറിയൊരു ചൂടിൽ അല്ലെങ്കിൽ ചെറിയൊരു തീയിൽ കിടന്ന് നാം അതിൻ്റെ സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ഇതിനെല്ലാം അവസാനമായി നിന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഈ പാപമെന്ന വലിയൊരു വസ്തുത ഈ വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിനടിയിലേക്ക് ഇട്ടുകളയുവാൻ വേണ്ടി കരിയിൽ ഇങ്ങനെ അടിച്ചു കൂട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു പാപബോധം നമ്മുടെ ജീവിതത്തിൽ വരണം. പലപ്പോഴും നാം ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ അറിയുന്നില്ല, അല്ലെങ്കിൽ നാം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവർ അറിയുന്നില്ല എന്നൊരു ബോധ്യത്തോടു കൂടിയാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഇതെല്ലാം അറിയുകയും വിശ്വസിക്കുകയും അല്ലെങ്കിൽ ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരാളുണ്ടെന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് പാപത്തെക്കുറിച്ച് നിനക്കുള്ള ബോധം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇത് ദുഷ്കാലമാകിയാൽ സമയം നീ തക്കത്തിൽ വിനിയോഗിക്കാം. ക്രൂശിൽ കിടന്ന രണ്ടാമത്തെ കള്ളൻ അവൻ സമയം തക്കത്തിൽ വിനിയോഗിച്ചു. അവന്റെ മുൻപിൽ കിട്ടിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച്, അവന്റെ കൂടെയുള്ള ക്രിസ്തു ആരെന്ന ബോധ്യത്തോടുകൂടി അവൻ ആ സമയത്തെ തക്കത്തിൽ വിനിയോഗിച്ചു. നമുക്ക് മുമ്പിൽ ഒരു സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്, നാം സമയത്തെ ഉപയോഗിക്കുന്നില്ല. പഴയ നിയമ വേദഭാഗത്ത് ഏലിയ പ്രവാചകന്റെ ഒരു വേദഭാഗം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഏലിയ പ്രവാചകൻ ദൂരസ്ഥമായ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അവന് രാവിലെയും വൈകുന്നേരവുമാണ് കാക്ക ഭക്ഷണവുമായിട്ട് വരുന്നത്, അപ്പവുമായിട്ട് വരുന്നത്. രാവിലെ അവൻ അപ്പം തിന്നുന്നു, വൈകുന്നേരവും അവൻ അപ്പം തിന്നുന്നു. ഉച്ചയ്ക്ക് അവൻ പട്ടിണിയാണ്. ഞാൻ വിശ്വസിക്കുന്നു രാവിലെയും വൈകുന്നേരവും അപ്പം തിന്നുന്ന ഏലിയ പ്രവാചകൻ ഉച്ചയ്ക്ക് പ്രാർത്ഥനയോടുകൂടിയാണ് അവിടെ ഇരിക്കുന്നത്. സർവശക്തിയോടും സർവബലത്തോടും കൂടിയാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നത്. ബാൽ പ്രവാചകന്മാർ യാഗം കഴിച്ചതിന് ശേഷം അവർ വിശ്വസിച്ച ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒന്നും സംഭവിച്ചില്ല. എന്നാൽ രാവിലെയും വൈകുന്നേരവും മാത്രം ഭക്ഷണം കഴിച്ച ഉച്ച സമയത്ത് പൂർണ്ണമായ കരുത്തോടുകൂടി ദൈവത്തെ നോക്കിക്കൊണ്ടിരുന്ന ഏലിയാവ് ആ യാഗപീഠത്തിന്റെ അടുത്തേക്ക് വന്ന് ശക്തമായി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി ആ യാഗപീഠത്തിൽ തീയിറങ്ങിയെന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, ഉച്ചയ്ക്ക് കാക്ക വരാതിരുന്നത് ഏലിയാവിന് കിട്ടിയ അവസരമാണ്. 3.5 വർഷക്കാലം പട്ടിണി കിടന്ന് ഉച്ചയ്ക്ക് ദൈവത്തെ ശക്തമായി വിളിക്കുവാനുള്ള ഒരു കൃപ അവന്റെ ജീവിതത്തിലേക്ക് വന്നത് അവന് കിട്ടിയ അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ആ കള്ളന് കിട്ടിയതുപോലെ ജീവിതത്തിൽ നമുക്കും ദൈവം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. എത്രയെത്ര പ്രാവശ്യം ദൈവത്തോട് നാം അകന്നു പോയിട്ടുണ്ട്, എത്രയെത്ര പ്രാവശ്യം ദൈവത്തിൽ നിന്ന് നാം അകന്നു പോയിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും തിരിച്ചു വരുന്നുവെന്ന പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ഒരു കർത്താവിനെയാണ് നാം കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്റെയും എന്റെയും തിരിച്ചു വരവിനെ കുറിച്ച്, എന്റെയും നിന്റെയും അനുതാപത്തോടു കൂടിയുള്ള ഒരു മടങ്ങി വരവിനെ കുറിച്ചാണ് യേശു കർത്താവ് ഈ വേദഭാഗത്ത്. അവൻ അവസരത്തെ കൃത്യമായി ഉപയോഗിച്ചു. അവന് കിട്ടിയ സമയത്തെ അവൻ കൃത്യമായിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ട് അവന്റെ ജീവിതം നല്ലതായി കാണുവാനായിട്ട് കഴിയുന്നു. വിദേശ രാജ്യത്ത് ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് വിദേശത്ത് ഒരു ജോലി തുടങ്ങി അദ്ദേഹം പോകുന്നത്. അവൻ നാട്ടിലേക്ക് സർവ്വ പ്രതീക്ഷയോടുകൂടി തിരിച്ചു വരികയാണ്. അവൻ അവൻ്റെ കുഞ്ഞിൻ്റെ മുഖം നേരിട്ട് കണ്ടിട്ടില്ല, വീഡിയോ കോൾ ചെയ്യുമ്പോഴാണ് കണ്ടിട്ടുള്ളത്. അവൻ തിരിച്ചു വരാൻ വേണ്ടി അവൻ്റെ കുഞ്ഞിന് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ, അതിന് വേണ്ട ഉടുപ്പുകൾ, വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അവൻ കയറിയ ഫ്ലൈറ്റ് ഏകദേശം ഒരു 32,000 അടി ഉയരത്തിലെത്തുന്ന സമയത്ത് ചെറിയൊരു നെഞ്ചുവേദന ഉണ്ടായി അവൻ മരണപ്പെട്ടു. പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന അവൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും മുൻപിലേക്ക് ജീവനില്ലാത്ത ഒരു ശരീരമായിട്ടാണ് അവൻ തിരിച്ചു എത്തുന്നതെന്ന് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ഷുവറിയുണ്ടോ? നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ? നാം ഒന്ന് ഭവനത്തിലേക്ക് തിരിച്ചെത്തുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല, ഒരു പ്രതീക്ഷയുമില്ല. ഈ സമയത്ത് അനുഭവിക്കണം, നീ ദൈവത്തിലേക്ക് തിരിച്ചു വരണം. കർത്താവിനോട് പറയണം, ദൈവമേ, ഈ അവസരങ്ങളെല്ലാം നീ എൻ്റെ ജീവിതത്തിൽ നൽകിയതാണ്, നീ എനിക്ക് നിന്റെ പറുദീസയിലേക്ക് എന്നെയും ചേർക്കണമേ എന്ന് പറയേണ്ടത് ആവശ്യമാണ്.
പലപ്പോഴും ജീവിതത്തിൽ നാം അത് പറയുവാൻ മറന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കഴിയുന്നതാണ്. ആരോടും പറയാത്ത സങ്കടങ്ങളുമായി, ആരോടും പറയാത്ത വേദനയുമായി തകർക്കപ്പെട്ട ചിന്തയോടുകൂടി ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ദൈവം പറയുകയാണ്, നീ ഒന്ന് അനുദപിക്കണം. നിന്റെ കൂടെയുള്ളവൻ്റെ ചിന്തയെക്കുറിച്ചല്ല, നിന്റെ കൂടെയുള്ളവൻ്റെ ജീവിതത്തെക്കുറിച്ചല്ല, നിന്റെ ജീവിതത്തെക്കുറിച്ച് നീ ഒന്ന് അനുദപിക്കണം. ദൈവത്തോട് പറയണം, ദൈവമേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എൻ്റെ പാപങ്ങളെല്ലാം മറന്നുകൊണ്ട്, എൻ്റെ കുറ്റങ്ങളെല്ലാം മറന്നുകൊണ്ട്, എൻ്റെ പൂർവ്വവശങ്ങളെല്ലാം മറന്നുകൊണ്ട് നീ എന്നെ പറുദീസയിലേക്ക് ചേർക്കണമേ എന്ന് നാം യേശുവിനോട് പറയേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത്, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുന്ന സമയത്ത് മറ്റുള്ളവർ കാരണമില്ലാതെ തന്നെ ക്രൂശീകരിച്ച സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. മറ്റുള്ളവർ അന്യായമായി നമ്മെ വിധി എഴുതിയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ നിന്നൊരു രക്ഷപ്പെടില്ലാത്ത സാഹചര്യത്തിൽ തല കുമ്പിട്ട് പോയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യം, നീ കൃത്യമായി അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, നീ കൃത്യമായി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നീ പറുദീസയിലിരിക്കും എന്നുള്ള ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത്. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട ഒരു പാറയുണ്ട്. എനിക്കും നിങ്ങൾക്കും വേണ്ടി തകർക്കപ്പെട്ട ഒരു പാറയുണ്ട്. ആ ശരീരത്തിൽ നിന്ന് ഉഴവുചാലുകൾ പോലെ രക്തവും വെള്ളവും എല്ലാം വന്ന് നമുക്ക് വേണ്ടി ഒന്നുമല്ലാതായി തീർന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. എന്തിനാണ് സാധാരണ കള്ളന്മാരുടെ കൂടെയൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു തെറ്റാണ് കളവ് എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയും. മറ്റുള്ള തെറ്റുകൾക്ക് ഉള്ളതുപോലെയല്ല, കളവിന് ശിക്ഷ കൂടുതലാണ്. ഒരുപക്ഷെ കൊലപാതകം ചെയ്തൊരു വ്യക്തി വന്നാലും കൊന്നയാണെന്നാ പറയുക. പക്ഷെ കള്ളനെന്ന് മുദ്ര കുത്തിയിട്ടുണ്ടെങ്കിൽ അവനെ പിന്നെ സമൂഹം കാലാകാലങ്ങളോളം ആ കാഴ്ചയിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ദുഷ്പ്രവൃത്തിക്കാരല്ലെങ്കിൽ കള്ളന്മാരെന്ന് പറയുന്ന വ്യക്തികളുടെ കൂടെ യേശുവിനെ അപഹസിച്ചിട്ടും അവൻ്റെ കൂടെയുള്ളവന് അവൻ മാനസാന്തരത്തിൻ്റെ അനുഭവം കൊടുത്തു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. നമുക്ക് മുമ്പിൽ അവസരങ്ങളില്ല. ഞാൻ എവിടെ പ്രസംഗിച്ചാലും പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തിയാണ്. ഞാനെൻ്റെ ജീവിതത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തിയാണ്. ഒരു ദിവസം കുറേ കാലങ്ങൾക്ക് മുമ്പ്, എനിക്ക് 2017 വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു, 17 വർഷത്തിലാണ് തോന്നുന്നു. ഒരു ദിവസം ചോറൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു മീനിൻ്റെ മുള്ളു തൊണ്ടേ കുടുങ്ങി. അപ്പം നമുക്കറിയാം, ഈ മീനിൻ്റെ മുള്ളു തൊണ്ടേ കുടുങ്ങി ഒന്നുമില്ല ചോറ് ഇട്ട് വീഴും, അല്ലെങ്കിൽ ചെറിയ പഴം എടുത്ത് കഴിക്കും. ഞാൻ അവിടെ എല്ലാം പരതിയപ്പം ചോറ് ഒരു ഉരുള എടുത്ത് വായിൽ വീങ്ങി പോകുന്നില്ല, ലേശം വെള്ളം കുടിച്ച് പോകുന്നില്ല. രണ്ടാമത് ഞാൻ നോക്കുമ്പോൾ പഴം ചെറിയ പഴമൊന്നുമില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ചെറിയൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് വായിലേക്ക് ഇട്ടു വീങ്ങി. ഈ പഴം കുറച്ച് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊരു അസ്വസ്ഥത തോന്നി. ഞാൻ കൈ ഇങ്ങനെ വായിലേക്ക് ഇട്ടതിന് ശേഷം തള്ളി താഴേക്ക് നോക്കി, പറ്റുന്നില്ല. ലേശം വെള്ളം കുടിച്ചു, വെള്ളം വായിക്കാൻ എനിക്ക് താഴെയില്ല, എനിക്ക് പേടിയാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് വീട്ടുകാരോട് പറഞ്ഞപ്പോൾ, ഞാനിങ്ങനെ തമാശ കളിക്കുന്ന ആളായതുകൊണ്ട് വീട്ടുകാരെങ്കിലും എല്ലാവരും എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഞാൻ മുട്ടുകുത്തി നിലത്തിരുന്നു. എൻ്റെ ഭാര്യ നിൽക്കുന്നുണ്ട്, എൻ്റെ പപ്പ നിൽക്കുന്നുണ്ട്, എൻ്റെ മമ്മി നിൽക്കുന്നുണ്ട്, എൻ്റെ പപ്പയുടെ ചേട്ടൻ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാൻ മുട്ടുകുത്തി നിലത്തിരുന്ന സമയത്ത് എൻ്റെ കണ്ണ് മറയാനായിട്ട് തുടങ്ങി. എൻ്റെ കണ്ണ് മറഞ്ഞു പോകാനായിട്ട് തുടങ്ങുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പരമാവധി എല്ലാ പ്രവൃത്തികളും ചെയ്തു, കൈ വിരലിട്ട് നോക്കി, എല്ലാ പരിപാടികളും ഞാൻ ചെയ്തു നോക്കി. ആ സമയത്ത് എൻ്റെ പപ്പയുടെ ചേട്ടൻ വരും. അദ്ദേഹം ഒരു 6 അടി 7 അടി ഹൈറ്റുള്ളൊരു മനുഷ്യനാണ്. 6 അടിയുടെ അടുത്ത് ഹൈറ്റുള്ളൊരു മനുഷ്യനാണ്. പുള്ളി ഒരു കയ്യിൽ ഒന്നെടുത്ത് കുത്തി ഒന്ന് പൊക്കി ഇത് വായിലേക്ക് തെളിച്ചു, വായിലെ പുറത്തേക്ക് തെളിച്ചു. ഈ സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു സംഭവം, ഏറ്റവും വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ച് നടന്ന ഞാൻ ഒരു നിമിഷം കൊണ്ട് ഞാൻ ഇല്ലാതായി പോകുന്ന എനിക്ക് കൃത്യമായി കാണാം. എൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളുകൾ മുഴുവൻ നിസ്സഹായരായി എന്ന് നോക്കി നിൽക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എൻ്റെ കണ്ണിങ്ങനെ മറഞ്ഞ് ഞാൻ വീഴാൻ പോയി മുട്ടുകുത്തി നിലത്തിരിക്കുന്നു. ഞാൻ കൈ ഇങ്ങനെ മുൻപിലേക്ക് കുത്താൻ പോകുന്ന ഒരു സാഹചര്യം. ഏകദേശം കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിസ്സാരരാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ നിസ്സാരരാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല.
നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഒരു കാര്യം, ഒരു എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം. 2 കൈയും പൊക്കി 2 കാലും പൊക്കി ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. 2 കാലും 2 കൈയും പൊക്കി ഒന്ന് ഉപ്പൂറ്റി മുകളിലേക്ക് ആക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു 10 മിനിറ്റ് സമയം നിൽക്കാം. വേണ്ട, ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? നിൽക്കാൻ പറ്റില്ല. കാരണം അത്ര നിസ്സഹായമാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു ഷുവറിറ്റിയുമില്ല, നമ്മുടെ ജീവിതത്തിന് ഒരു ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഇത് അവസരമാണ്. അടുത്ത ദുഃഖവെള്ളിയാഴ്ച ഈ സമയത്ത് ഇവിടെ വരും നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. ഈ ആലയത്തിലേക്ക് അടുത്ത ഞായറാഴ്ച വരാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മുടെ ജീവിതത്തിന് യാതൊരു ഷുവറിറ്റിയുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അനുദപിച്ച ഈ കള്ളന്റെ ജീവിതത്തിൽ അവൻ കൃത്യമായി യേശുവിൻ്റെ കൂടെയുള്ള സാഹചര്യത്തെ, സാമീപ്യത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് അവൻ തിരിച്ചു വരവിൻ്റെ ഒരു അനുഭവം അവർക്ക് കൊടുത്തു. അവൻ പറഞ്ഞു, നീ എന്നെ കൂടെ രക്ഷപ്പെടുത്തുന്ന കർത്താവ് എന്ന് പറഞ്ഞു. ഈ ആലയത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, എന്നെയും രക്ഷപ്പെടുത്തുന്ന കർത്താവേ, എൻ്റെ പാപങ്ങളെ നീ ക്ഷമിക്കണമേ കർത്താവേ. ഞാൻ അനുദപിക്കുകയാണ്. ഈ ക്രൂസിന്റെ ചുവട്ടിൽ ഈ വലിയ വെള്ളിയാഴ്ച നിൽക്കുന്ന സമയത്ത് ഞാൻ പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. അനുതാപത്തോടുകൂടി, ഹൃദയ നുറുക്കത്തോടുകൂടി, തകർച്ചയോടുകൂടി നിന്റെ മുൻപിലേക്ക് വരികയാണ്. ദൈവമേ, എന്നെ നീ ഒന്ന് ക്രമപ്പെടുത്തണമേ, എന്നെ നീ ഒന്ന് രക്ഷിക്കണമേ. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നിന്റെ രാജ്യത്ത് എന്നെ ചേർക്കണമേ എന്ന് വിശ്വാസത്തോടുകൂടി പറയുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസരമാണ്. ക്രൂസിൽ ലഭിച്ച കള്ളന്, ക്രൂസിൽ കിടന്ന കള്ളൻ ലഭിച്ചത് അവസരമാണെങ്കിൽ, ഈ ആലയത്തിൽ കടന്നു വന്നിട്ടുള്ള നമുക്കെല്ലാവർക്കും ദൈവം നൽകുന്നത് അവസരമാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാനും നമ്മുടെ കുറവുകളെ തിരുത്തുവാനും ആ അവസരം. ഇത് ദുഷ്കാലമാകിയാൽ ഈ സമയം തക്കത്തിൽ തിരികെ വയ്ക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തമായ ദൈവമേ, ക്രൂസിൽ കിടന്ന കള്ളൻ അവന് കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിച്ചപ്പോൾ, അനുദപിച്ചപ്പോൾ നീ അവന് പരദീസ വാഗ്ദാനം ചെയ്തു. കർത്താവേ, ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ കുറവുകളെങ്കിലേക്ക് സമർപ്പിക്കുകയാണ്. പരദീസ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. അനുദപിക്കുന്ന ഹൃദയമുള്ള ഓരോ പ്രിയപ്പെട്ടവർക്കും അങ്ങ് പരദീസ വാഗ്ദാനം ചെയ്യണമേ. ആ അനുഭവത്തിലേക്ക് വരുവാൻ, ഞങ്ങളുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ഒരുക്കുവാൻ യേശുക്രിസ്തു മുഖാന്തരം കൃപ ചെയ്യണമേ. ആമേൻ. ക്രൂശിലെ 3-ാമത്തെ തിരുവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകനെന്നും അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ കൈക്കൊണ്ടു. മലയാളത്തിലെ പ്രശസ്തമായ ഒരു കഥയാണ് മാധവിക്കുട്ടി എഴുതിയ നെയ്പായസം എന്നുള്ളത്. എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീട്ടുജോലി ചെയ്യുന്നതിനിടയ്ക്ക് വീട് മരിച്ച ഒരമ്മ, ഇതൊന്നും അറിയാതെ ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അവരുടെ മരണം അറിയാതെ വീട്ടിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറേ ഭക്ഷണങ്ങൾ ഇപ്പോൾ ഭർത്താവ് എടുത്ത് കഴിക്കാനൊരു മടി കാണില്ല. അമ്മ ഉണ്ടാക്കി വെച്ച ആ ഭക്ഷണത്തിനും ചോറിനെല്ലാം അമ്മയുടെ മരണത്തിൻ്റെ ഗന്ധമുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഭർത്താവ് മടിച്ചിരിക്കുമ്പോഴും കുട്ടികൾ ഓടി വന്നിട്ട് പറയുകയാണ്, അമ്മ മരിച്ചത് അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയാതെ അമ്മയുണ്ടാക്കിയ ഈ പായസത്തിന് എന്ത് മധുരമാണ് എന്ന് പറയുന്നു. അമ്മ എന്നുള്ളത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ്. റഫീഖ് അഹമ്മദിൻ്റെ മനോഹരമായ ഒരു കവിതയുണ്ട്, അമ്മൻതൊട്ടി. വൃദ്ധയായ അമ്മയെ തൻ്റെ മകൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ നോക്കുന്നതാണ് ഇതിൻ്റെ ഇതിവൃത്തം. ഒരു സ്ഥലത്ത് പോകുന്നു, 2 സ്ഥലത്ത് പോകുന്നു, 3 സ്ഥലത്ത് പോകുന്നു. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം അമ്മ തനിക്ക് വേണ്ടി, അല്ലെങ്കിൽ അമ്മയോട് തനിക്കുണ്ടായിരുന്ന ഒരു പ്രതിപത്തി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഉപേക്ഷിക്കാതെ
തിരിച്ചു പോകുന്ന ഒരു മനോഹരമായ ഭാഗമാണ് അമ്മത്വത്തിൽ എന്ന കവിത. യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് തൻ്റെ ലോകവുമായുള്ള ബന്ധങ്ങളെ വേർപെടുത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ പ്രസവിച്ച, തന്നെ വളർത്തിയ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതാവിനെ മറ്റൊരു സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് മടങ്ങിപ്പോകുന്ന മനോഹരമായ ഒരു ചിത്രമാണ് ഈ വേദഭാഗത്തിലൂടെ നാം കാണുന്നത്. ക്ഷീണിതനായ ഒരു മനുഷ്യൻ ക്രൂസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നാം നേരത്തെ എല്ലാം കേട്ടതുപോലെ അവൻ്റെ മുൾക്കിരീടം വെച്ച ആ തലയിലൂടെ രക്തം താഴോട്ട് തിരിഞ്ഞിറങ്ങുന്നുണ്ടാകാം. അടി കിട്ടിയ ആ ഒരു അവസ്ഥയിലൂടെ ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് തല ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടായിരിക്കാൻ കിടന്നിട്ടുണ്ടാകും. ഈ നേർത്ത കാഴ്ചക്കിടയിലൂടെ തൻ്റെ മാതാവ് താഴെ നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്ന ഒരു മകനെയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. വേദനക്കിടയിലും ദർശനം നൽകുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വളരെ വളരെ പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ വളരെയേറെ വേദന സഹിക്കുന്ന ഒരു സാഹചര്യത്തിലും തന്നെ ഓർത്ത് വിലപിക്കുന്ന തൻ്റെ മാതാവ് താഴെ നിൽക്കുന്ന കാഴ്ച കാണുന്നത് മാത്രമല്ല, അതിലൊരു ദർശനം കൂടി കൊണ്ടുവരുമ്പോഴാണ് യേശുവിൻ്റെ ജീവിതം അർത്ഥവത്താകുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇതിനിടയിലും തൻ്റെ അമ്മയെ തിരിച്ചറിയുന്ന യേശുവിനെ നാം ഈ കാലഘട്ടത്തിൽ അനുകരിക്കേണ്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ നാട് പത്തനംതിട്ട ജില്ല, അവിടെ റാന്നി എന്നൊരു സ്ഥലമുണ്ട്. ഈ റാന്നി എന്ന സ്ഥലത്ത് മിക്ക വീടുകളിലും മക്കളില്ല. താമസമില്ലാതെ നമ്മുടെ നാട്ടിൽ ഏകദേശം അതുപോലെയൊക്കെ ആവും. 2ഉം 3ഉം നിലകളുള്ള വീട്, അവിടെ പ്രായമായ ഒരപ്പച്ചനും ഒരമ്മച്ചിയും കൂടെ ഒരു നായ്ക്കുട്ടിയും. ഇതാണ് അവരുടെ ജീവിതം. ഇടയ്ക്ക് പുറമേന്ന് ഒരാൾ വന്ന് വീട് ക്ലീൻ ചെയ്യും. ചില സമയങ്ങളിൽ ഈ വീടുകളെല്ലാം വിൽപ്പന കിട്ടിയിരിക്കുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ജന്മം നൽകിയവരോട് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ടെന്ന് പൂർണ്ണമായ ഒരു ബോധ്യമാണ് ഈ വേദഭാഗത്തിലൂടെ നൽകുന്നത്. കർത്തവ്യബോധത്തോടുകൂടി തൻ്റെ അമ്മയെ നോക്കുന്ന ഒരു മകനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തു അമാനുഷികനാണ്, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ്. പക്ഷേ യേശുക്രിസ്തു ഇവിടെ കാണിച്ചു തരുന്നൊരു മാർഗം തൻ്റെ ജീവിതകാലത്ത് മനുഷ്യബന്ധങ്ങൾക്ക് വിലയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഈ സമൂഹത്തിൽ നാം കാണുന്ന ഒരു കാര്യം മനുഷ്യബന്ധങ്ങൾക്ക് വിലയിട്ടിട്ടില്ല എന്നുള്ളതാണ്. മിക്ക ദിവസം പത്രങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് കഴിയും, പിതാവ് മകനെ തലക്കടിച്ചു കൊന്നു, അല്ലെങ്കിൽ മാതാവ് മകനെ ഞെക്കിക്കൊന്നു. ഇങ്ങനെയുള്ള വാർത്തകളാണ് കാണുവാനായിട്ട് കഴിയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കളെ സുരക്ഷിതമായ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കുവാനായിട്ട് കഴിയാത്തത്? ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ വരികയാണ്. ഈ വൃദ്ധസദനങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാം ഒരു നിവൃത്തിയുമില്ലാത്തവരല്ല, സാമ്പത്തികമായ പരാധീനതകളില്ലാത്തവരല്ല, അവരെല്ലാം വളരെ സമ്പന്നരായ മനുഷ്യരാണ്. മിക്കപ്പോഴും മാതാപിതാക്കൾ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമൂഹത്തിൽ. ഇതിൽ നിന്നാണ് യേശുക്രിസ്തു വ്യത്യസ്തമായ ഒരു കാര്യം നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തോട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. യെശയ്യാ പ്രവാചകന്റെ കാര്യം നിങ്ങൾക്കറിയാം. യെശയ്യാ പ്രവാചകൻ വന്നിട്ട് പറയുകയാണ്, നീ മരിക്കാറായിരിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്, നീ മരിക്കാറായിരിക്കുന്നു, നീ നിന്റെ ഗ്രഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക. നാം എല്ലാം മരിക്കാറാകുന്നതിന് മുമ്പ് ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ തന്നിരിക്കുന്ന 60, 70, 80 വർഷം, ഈ കാലഘട്ടത്തിനുള്ളിൽ നാം ഒരു സമൂഹ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ നാം ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ളവരാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ പരിചരിക്കുക എന്നുള്ളത്. യേശു ചെയ്ത ഏറ്റവും മഹത്തായ മാർഗം അതാണ്. താൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തനിക്ക് ഒന്നിനും കുറവില്ലാതെ കരുണയോടും ആർദ്രതയോടും സ്നേഹത്തോടും കൂടി തന്നെ നോക്കിയ തൻ്റെ മാതാവിനെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഒരുപക്ഷെ നാം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിന് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല.
കാരണം ഈ ലോകത്തു നിന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോയാൽ മതി. പക്ഷെ യേശു കാണിച്ചെന്ന മാർഗം എന്താണ്? ഈ ലോകത്തിൽ ജീവിച്ച് സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുമ്പോൾ തന്നെ കരുതിയ, തന്നെ സ്വീകരിച്ച, അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ കരുതിയിരിക്കുന്ന തൻ്റെ മാതാവിനെ തൻ്റെ സഹോദരൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നു. തിരസ്കരിക്കപ്പെട്ട ഒരു ജന്മമായിരുന്നു പലപ്പോഴും യേശു കർത്താവിൻ്റെ. അവൻ്റെ സഹോദരന്മാർ അവനെ അനുസരിച്ചിട്ടില്ല, ജനങ്ങൾ അനുസരിച്ചിട്ടില്ല, കൂടെയുള്ളവർ പോലും ഒറ്റക്കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിലെല്ലാം നടക്കുന്ന കാര്യങ്ങളെ വളരെ കൃത്യതയോടുകൂടിയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് ഏൽപ്പിക്കുന്നത് ആരെയാണ്? ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദേവാലയത്തിലെല്ലാം കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അവന് ജന്മം നൽകിയ ഒരു സത്രമുടമയല്ല ഏൽപ്പിക്കുന്നത്. യേശു കർത്താവിന് അവൻ്റെ മാതാവിനെ ഏൽപ്പിക്കുന്നത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ താൻ ഏറ്റവും കൂടുതൽ അവൻ്റെ മരണസമയത്ത് അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അവൻ്റെ നെഞ്ചോട് ചാഞ്ഞ പ്രിയപ്പെട്ട ശിഷ്യൻ്റെ കരങ്ങളിലാക്കാണ് ഏൽപ്പിക്കുന്നത്. യോഹന്നാനെ കുറിച്ച് പറയുന്നത് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ്. യോഹന്നാൻ എപ്പോഴും പറയുന്നത് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ്. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് അവനെക്കുറിച്ച് പറയുവാനായിട്ടുള്ള കാര്യം, അവൻ കടമ നിറവേറ്റിയവനാണ്. ഡാനീഷ്യൻ ചക്രവർത്തി ഏജിയൻ ദ്വീപിൻ്റെ ഉപദ്വീപായ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോഴും കണ്ണു കാണാതായ അവസ്ഥയിൽ പോലും പതിഞ്ഞ ശബ്ദത്തോടുകൂടി യോഹന്നാൻ പറഞ്ഞ വാക്കിതാണ്, സ്നേഹിക്കണം, കുഞ്ഞുങ്ങളെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാനെ കുറിച്ച് പറയുന്നത് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിൻ്റെ മാതൃക ഒന്ന് സ്വായത്തമാക്കേണ്ടതാണ്. ഇന്നത്തെ ഈ തലമുറയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മുടെ മക്കളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും പോയി സെറ്റിലാവുന്ന ഒരു കാഴ്ചയാണ്. ഈ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, യേശു ക്രൂശിൽ കാണിച്ചു തന്ന ഉത്തമമായൊരു മാർഗമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒറ്റപ്പെടുത്തി കളയരുത്, തള്ളിക്കളയരുത്. മാനുഷിക ബന്ധങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമാണ് യേശു കർത്താവ് കൊടുത്തത്. അതുകൊണ്ട് മാനുഷിക ബന്ധങ്ങൾക്ക് മൂല്യം നാം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ ഒരു പ്രായമായ ഒരു അമ്മച്ചിയെ നടക്കിരുത്താൻ കൊണ്ടുവന്നു. സാറിന് ആനയൊക്കെയാണ് നടക്കിരുത്തുക. അവരുടെ കയ്യിൽ അവശേഷിച്ചിരുന്ന സ്വത്ത് ഒരു കിഴിയിലാക്കി അതിനുശേഷം അവിടെ കൊണ്ടുപോയി നട തള്ളിയിട്ട് പോയി. സ്വന്തം മക്കളാണ് ചെയ്തത്. എവിടെ എത്തി ഈ കാലത്തിൻ്റെ അവസാനം? യേശു പഠിപ്പിച്ച വലിയൊരു മാർഗമുണ്ട്. യേശു പഠിപ്പിച്ച വലിയൊരു കാര്യമുണ്ട്. നീ മറ്റുള്ളവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും, ഈ ലോകത്തിലുള്ളത് മുഴുവൻ നീ ആലയത്തിന് സംഭാവന ചെയ്യുന്നുണ്ടെങ്കിലും, മറ്റുള്ളവരെ കാണുക അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കുന്നുണ്ടെങ്കിലും, നീ നിന്റെ മാതാപിതാക്കളെ സ്നേഹിക്കണം. അവരെ സുരക്ഷിതമായ ഒരു കരങ്ങളിൽ ഏൽപ്പിക്കണം. അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കുവാൻ നീ ബാധ്യസ്ഥനാകണം. അതായിരിക്കണം ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് നാം എടുക്കേണ്ടുന്ന ഒരു തീരുമാനം. നമ്മുടെ നഷ്ടബന്ധങ്ങളെല്ലാം ക്രൂശിൻ്റെ ചുവട്ടിൽ വെച്ച് നോക്കുമ്പോൾ നിന്റെ മാതാപിതാക്കളെ അല്ലെങ്കിൽ സമൂഹത്തെ നഷ്ടത്തോടു കൂടിയാണോ കാണുന്നത്? നിങ്ങളൊരു ഉത്തരവാദിത്വമുള്ള മകനാകണം, നിങ്ങളൊരു ഉത്തരവാദിത്വമുള്ള മകളാകണം, നിങ്ങളൊരു ഉത്തരവാദിത്വമുള്ള ഒരു പാരൻ്റായി മാറണം. ആ സമയത്ത് മാത്രമാണ് നമ്മുടെ ജീവിതം കൊണ്ട് ഒരു പൂർണ്ണത ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, വികാരപരമായ ഒരു സ്നേഹമല്ല, കരുതലിൻ്റെ ഒരു സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വികാരപരമായ ഒരു സ്നേഹമല്ല, കരുതലിൻ്റെ ഒരു സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തന്നെ സ്നേഹിച്ചവരെ താൻ സ്നേഹിക്കാൻ കാണിച്ച ഒരു മാർഗം പോലെ നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട, നമുക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഏതറ്റത്ത് പോയി ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ നമുക്ക് വേണ്ടി ചെലവഴിച്ച നമ്മുടെ പ്രിയപ്പെട്ടവരെ തള്ളിക്കളയുമ്പോൾ നമ്മുടെ ജീവിതം ഒന്നുമല്ലാതാകും. ഏത് ഉന്നതിയിലെത്തിയാലും ഏത് ഔന്നത്യത്തിലെത്തിയാലും നമ്മുടെ ജീവിതം ശൂന്യമായി പോകും. മൂന്നാമത്തെ വചനത്തിലൂടെ ക്രിസ്തു പഠിപ്പിക്കുന്നതാണ്, ലോകത്തിൽ നിനക്ക് നിന്റെ കുടുംബത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിക്കുവാൻ വേണ്ടി, ആ ഉത്തരവാദിത്തങ്ങളെ നല്ല രീതിയിൽ നയിക്കുവാൻ വേണ്ടി, ആ ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം കൂടിയായി തീരുവാൻ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കഴിയട്ടെ. പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ ജീവിച്ച സമയത്ത് തൻ്റെ ഉത്തരവാദിത്തങ്ങളെ കൃത്യമായും ഭംഗിയായും നിർവഹിച്ച സ്വർഗ്ഗസപിതാവേ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ഞങ്ങൾ അറിയുന്നു. അങ്ങ് ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന്
ചോര കട്ട പിടിച്ച കണ്ണുകളോടുകൂടി സ്വന്തം അമ്മയെ നോക്കിയപ്പോൾ, ആ മനസ്സിലെ ആവലാതി തിരിച്ചറിഞ്ഞപ്പോൾ, ഉത്തമനായ സഹോദരനെ, ഉത്തമനായ ശിഷ്യനെ ഏൽപ്പിച്ച ആ വലിയ പിന്തുണ, ആ വലിയൊരു മാതൃക പിന്തുടരുവാൻ വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ആ പാനപാത്രങ്ങളാക്കി തീർക്കുവാൻ, ആ ഹൃദയവിശാലമുള്ളവരായി തീരുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിനെ ചുവട്ടിൽ നോക്കുമ്പോൾ ആ യേശുവിൻ്റെ പാദങ്ങളെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി, നല്ല മനസ്സോടുകൂടി പിന്തുടരുവാൻ ഞങ്ങളെയും തയ്യാറാക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു നാമത്തിൽ തന്നെയും ആമേൻ. നാലാമത്തെ തിരുവചനം മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം 45-46 വാക്യങ്ങൾ. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന് അർത്ഥം. വിശുദ്ധ മത്തായിയും മർക്കോസും ഈ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ രണ്ട് പശ്ചാത്തലവും ഒന്നായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹൂദന്മാരുടെ സമയമനുസരിച്ച് 3-ാം മണി നേരത്താണ് യേശുവിനെ ക്രൂശിച്ചത്. 9-ാം മണി നേരത്താണ് മരിക്കുന്നത്. ഏകദേശം നമ്മുടെ സമയക്രമം അനുസരിച്ച് പറയുകയാണെങ്കിൽ രാവിലെ 9 മണിക്കാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. 3 മണിക്ക് മരിക്കുകയും ചെയ്തു. 6 മണിക്കൂറാണ് യേശു ക്രൂശിൽ കിടന്നത്. ആ സമയത്താണ് അത്യുച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞ ഒരു വാക്യമാണിത്. എലി എലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്ത്. യേശുവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ജനനം മുതൽ തിരസ്കരിക്കപ്പെട്ട ഒന്നാണ്. ജനിക്കാനായി ഒരു സ്ഥലം അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല. സ്വന്തം നാട്ടുകാർ യേശുവിനെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ മാറ്റി നിർത്തി. യഹൂദന്മാർ യേശുവിനെ മാറ്റി നിർത്തി. എന്ന് വേണ്ട, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കൈവിടപ്പെട്ടവനായിരുന്നു യേശു കർത്താവ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ മൊഴിയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ആദ്യ 3 മൊഴികൾക്ക് ശേഷമുള്ള 4 മൊഴികളിൽ യേശുവിൻ്റെ സ്വന്തം കാര്യവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ആദ്യത്തെ 3 മൊഴികൾക്ക് ശേഷം ചെറിയ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഈ സമയത്ത് മുഴുവൻ അന്ധകാരവും നിശബ്ദതയുമായിരുന്നു. നീതിസൂര്യനായ കർത്താവിൻ്റെ അവസ്ഥയിൽ പ്രകൃതിയുടെ ഒരു പ്രതികരണമെന്നാണ് ഇതിനെ ചരിത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ സമയത്ത് കർത്താവിനെ പരിഹസിച്ചവരുടെ പൊട്ടിച്ചിരികൾ നിലച്ചു. മന്ദിരത്തിലെ തിരശ്ശീല ചീന്തിപ്പോയി, ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, കല്ലറകൾ തുറന്നു, വിശുദ്ധന്മാർ ഉയർത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ അന്ധകാരത്തെയെല്ലാം പാപത്തിൻ്റെ ഏറ്റവും വലിയ ഭീകരത എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് നാം കാണുന്ന ഒരവസ്ഥ ദൈവത്തെ കൈവിടുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ വേദനയുടെ ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോഴും, ഏറ്റവും വലിയ ഇനി അനുഭവിക്കാനൊന്നും ജീവിതത്തിൽ ബാക്കിയില്ല എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴും ദൈവത്തെ കൈവിടുന്നു എന്ന് കാണുന്നു. ഈ ലോകത്തിലുള്ള മനുഷ്യൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും അല്ലെങ്കിൽ പാപഭീകരതയ്ക്കും അവസാനമായിട്ട് ഒരേ ഒരു കാര്യമേ ഉള്ളൂ: തൻ്റെ പുത്രനെ കൈവിടുക എന്ന ഒരു ഓപ്ഷൻ മാത്രമേ പിതാവിൻ്റെ മുൻപിൽ ഉള്ളൂ. ഒരേ ഒരു കാര്യം മാത്രമേ പിതാവായ ദൈവത്തിൻ്റെ കയ്യിലുള്ളൂ. ഈ ലോകത്തിലുള്ള മുഴുവൻ ജനത്തിൻ്റെയും പാപത്തെ ഇല്ലാതാക്കി കളയണമെങ്കിൽ തൻ്റെ പുത്രനെ ഈ ലോകത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക, അവൻ്റെ ജീവൻ ഈ ലോകത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതും ഈ ലോകത്തിൻ്റെ നന്മയ്ക്കാണെന്ന് കാണുവാനായിട്ട് കഴിയുന്നു. 1720 മേഴ്സോൺ എന്ന സ്ഥലത്ത് ഏകദേശം 60,000-ഓളം ആളുകൾ പ്ലേഗ് എന്ന രോഗം ബാധിച്ച് മരിക്കുകയുണ്ടായി. ഈ രോഗത്തിന് കാരണം എന്തെന്ന് അറിയുവാൻ വേണ്ടി ലോകം വൈദ്യശാസ്ത്രം മുഴുവൻ ഒരു ശ്രമം നടത്തി. അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം ആരെങ്കിലും ഒരാൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തി ഒരു നോട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ തയ്യാറാക്കുന്ന ഡോക്ടർ മരണപ്പെടും.
ഇതിൻ്റെ കാരണം എന്താണ്? നമുക്കറിയാം, കോവിഡൊക്കെ ഉണ്ടായ സമയത്ത് ഇതിന് കാരണം എന്താണെന്ന് പല രീതിയിലുള്ള പഠനം നടത്തിയിരുന്നു. എന്നാൽ ഒരു ബോഡി സർജറി ചെയ്ത് അതിന് കാരണം എന്താണെന്ന് കണ്ടെത്തണം. ഈ സമയത്ത് ഡോക്ടർ ഗയോൺ എന്നൊരു മനുഷ്യൻ, അദ്ദേഹം മുൻപോട്ട് വന്നിട്ട് പറയുകയാണ്, ഞാൻ എന്തായാലും മരിക്കും, ഞാൻ എന്തായാലും മരണപ്പെടും, എൻ്റെ ജീവൻ പോയാലും ഈ പ്ലേഗ് എന്നുള്ള രോഗത്തിന് കാരണം എന്താണെന്ന് ഈ സർജറി ചെയ്യുന്നതിലൂടെ എനിക്ക് വെളിവാക്കി കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ ഒരു സർജറി ചെയ്തു. അതിന് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ നോട്ട് എഴുതി വെച്ചതിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അന്ന് വൈകുന്നേരം അദ്ദേഹം മരിച്ചു. ഇതുപോലെ ഈ ഭൂമിയിലുള്ള മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും തൻ്റെ ജീവൻ അല്ലെങ്കിൽ തൻ്റെ ഏറ്റവും വലിയ ആത്മാവിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മടക്കി കൊടുത്തുകൊണ്ട് താൻ മരണപ്പെടുന്നു എന്ന പൂർണ്ണമായൊരു ബോധ്യം യേശു കർത്താവിനുണ്ടാകുകയാണ്. ആ സമയത്ത് വേദനയുടെ ഏറ്റവും വലിയ പാരമ്യത്തിൽ പറയുകയാണ്, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിടുന്നത് എന്തെന്ന്. പ്രിയപ്പെട്ടവർ, ഈ ആലയത്തിൽ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ചോദ്യം നമ്മോട് തന്നെ ചോദിച്ചിട്ടുണ്ടാകാം. ജീവിതത്തിൽ ഒരു സാഹചര്യത്തിൽ പരാജയപ്പെട്ട് എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നാം ചോദിച്ചിട്ടുണ്ടാകാം, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിടുന്നത് എന്തെന്ന്. കടം കയറി ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടാകാം, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിടുന്നത് എന്തെന്ന്. നാം ഏറ്റവും സ്നേഹിച്ചവരും ഏറ്റവും കൂടുതൽ നമ്മെ ഇഷ്ടപ്പെട്ടവരും വിശ്വസിച്ചവരും നമ്മെ മാറ്റി നിർത്തി അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞിട്ട് പോയ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടാകാം, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിടുന്നത് എന്തെന്ന്. അടിക്കടി കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അടിക്കടി കുടുംബത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അടിക്കടി രോഗത്തിന്റെ ഭാരത്താൽ ബുദ്ധിമുട്ടുമ്പോൾ, സമാധാനമില്ലാതെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടാകാം, എൻ്റെ ദൈവമേ, നീ എന്നെ തള്ളിക്കളയുന്നത് എന്തെന്ന്. ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും ദൈവത്തെ വിശ്വസിച്ചിട്ടുള്ള ഓരോ മനുഷ്യനും ഓരോ സാഹചര്യത്തിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എൻ്റെ ദൈവമേ, നീ എന്നെ തള്ളിക്കളയുന്നത് എന്ന്. ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരുന്നവരാകാം, ദൈവത്തിന്റെ വചനങ്ങളെ പ്രഘോഷിക്കുന്നവരാകാം, ദേവാലയത്തിൽ നിന്ന് ദൈവത്തിന് എല്ലാം കൃത്യമായി ദശാംശം കൊടുക്കുന്നവരാകാം, എല്ലാ ലോകങ്ങളിലും സംബന്ധിക്കുന്നവരാകാം, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരാകാം. ഈ അനുഭവത്തിലെല്ലാം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടാകാം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ തള്ളിക്കളയുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം, ഈ 2023 ഫെബ്രുവരി മാസം, അന്ന് എൻ്റെ പിതാവിന് ഒരു സർജറി ആവശ്യമായി വന്നു. ഞാൻ അദ്ദേഹത്തെയും കൊണ്ട് കൽപ്പറ്റയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി അദ്ദേഹം പോവുകയാണ്. എൻ്റെ പിതാവ് വളരെ സൗമ്യനായ ഒരു മനുഷ്യനാണ്. നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുമെന്നറിയില്ല, ഇത്ര പ്രായമായിട്ടും എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല. ഒരാളോട് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. രാവിലെ ഒരു സമയമുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു 5 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ട്. വൈകുന്നേരം 8 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ട്. അത്രയ്ക്ക് നീതിമാനായ ഒരു മനുഷ്യനാണ് എൻ്റെ പിതാവ്. ഇന്ന് ഞാൻ പറയുന്നു, അഹങ്കാരത്തോടു കൂടി ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഹെർണിയയ്ക്ക് സർജറിക്ക് വേണ്ടി പോകുന്ന സമയത്താണ്. ഡോക്ടർ പറഞ്ഞു, ഞാൻ മറ്റൊരു കാര്യം കൂടി കാണുന്നുണ്ട്, ഹൈഡ്രോസിൽ എന്നൊരു വിഷയമുണ്ട്. എൻ്റെ ഒറ്റ ദിവസത്തെ ഒബ്സർവേഷനിൽ ഞാനിത് കാണുന്നത് അദ്ദേഹത്തിന് ക്യാൻസർ പോലെയുണ്ടെന്ന് പറഞ്ഞു. വളരെ കൂളായിട്ടാണ് വന്നിട്ട് പറയുന്നത്. സാറിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇടിച്ചിരി സമാധാനത്തോടു കൂടിയാണ് പറയുന്നത്. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ആ സർജറി ചെയ്യുന്ന ഡ്രസ്സോട് കൂടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ പിതാവിന് ക്യാൻസർ ആണെന്ന് തോന്നുന്നു, വേഗം അടുത്തുള്ള കടയിൽ പോയി കുപ്പി മേടിച്ചോണ്ട് പോവുക, അതെല്ലാം കൂടി നമുക്ക് ബയോപ്സിക്ക് അയക്കുന്നു. പെട്ടെന്നൊരു നിമിഷം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. എൻ്റെ കൂടെ എൻ്റെ അമ്മാവനുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഇല്ല, നീ ടെൻഷൻ അടിക്കണ്ട. ആ ഒരു ദിവസം അദ്ദേഹത്തെ ഓപ്പറേഷൻ തിയേറ്ററിലാക്കി ഇതിൻ്റെ സാമ്പിളെല്ലാം അയക്കാൻ വേണ്ടി ഇരുത്തി. ആ ഹോസ്പിറ്റലിൽ പുറത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ച ഒരു കാര്യമുണ്ട്. ഇന്നു മുതൽ ദൈവമേ, ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ അന്യായമായതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഞാൻ കൂട്ടുനിന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നീ ഇങ്ങനെ ഒരു അനുഭവം തന്നു? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന്.
ആ ഒരു ദിവസം മുഴുവൻ ഞാൻ അവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ഒരു കുറ്റമോ അല്ലെങ്കിൽ എൻ്റെ ഒരു കുറവുവശമോ ആണെങ്കിൽ എൻ്റെ പിതാവിന് അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞു. അടുത്ത ദിവസം 3 ദിവസത്തിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. 8 ദിവസത്തിന് ശേഷമാണ് 10 ദിവസത്തിന് ശേഷമാണ് ബയോപ്സിയുടെ റിസൾട്ട് കിട്ടുന്നത്. ഞാൻ നടക്കുന്ന വഴിയിലെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ പറഞ്ഞതുപോലെ ഈ വേദന, എൻ്റെ പിതാവിൻ്റെ വേദന ഇങ്ങ് മാറ്റിക്കളയണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, 10ാമത്തെ ദിവസം വന്നപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഒരു ബ്ലഡ് ക്ലോട്ട് ആയതിൻ്റെ ഒരടയാളമാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. ചില ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്രമപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം ചില സാഹചര്യങ്ങൾ നമ്മളെ കടത്തിവിടുന്നത്. ആ സാഹചര്യത്തോട് നാം പൊരുത്തപ്പെടണം. പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല ഉണ്ടാവുക. ഞാൻ എവിടെയും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അറിയുന്നൊരു അച്ഛനുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഒരു പ്രസംഗത്തിൽ അദ്ദേഹം കോട്ട് ചെയ്യുന്നൊരു വാക്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്, ദൈവത്തിന് വേണ്ടി മുറുകെ പിടിച്ച മനുഷ്യനാണ്. അദ്ദേഹം ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു കള്ളത്തരം പറയുകയോ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞാൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു ഈസ്റ്റർ ദിവസത്തിൽ അദ്ദേഹത്തിന് നാക്കിൻ്റെ അടിയിൽ ഒരു ചെറിയ കുരു ഉണ്ടായി. ആ കുരു മുളക് തട്ടിയപ്പോൾ അദ്ദേഹത്തിന് വേദന ഉണ്ടായി. തൊട്ടടുത്ത് ആശുപത്രിയിൽ ചെന്നു. ആശുപത്രിയിൽ ചെന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ നാക്കിൽ ക്യാൻസറാണ്, നിങ്ങളുടെ നാക്ക് മുറിച്ച് കളയണം, ഇനി ഒരു രക്ഷയില്ല. അദ്ദേഹത്തോട് ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു ചാൻസ് ഇല്ല, നിങ്ങളുടെ നാക്ക് മുറിച്ച് കളയണം, വേറൊരു കാര്യമില്ല എന്ന്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വസ്ത്രങ്ങൾ അണിയിച്ച് ഒരു ഉന്തുവണ്ടിയിൽ അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഇനി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങളുടെ നാക്ക് മുറിച്ചു, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനായി ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കൾ അവിടെ നിൽക്കുന്നുണ്ട്, അവരോടൊന്നും അദ്ദേഹം സംസാരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് നിൽക്കുന്നുണ്ട്, അവരോടൊന്നും സംസാരിച്ചില്ല. തൻ്റെ മക്കൾ 2 പേരും അവിടെ നിൽക്കുന്നുണ്ട്, അവരോടൊന്നും സംസാരിച്ചില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെയും ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ നാക്ക് മുറിച്ച് കളയും, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, ഒരു വാക്ക് പോലും നിങ്ങൾക്ക് ഉരിയാടുവാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ നാക്ക് മുറിച്ച് കളഞ്ഞു. അദ്ദേഹം കുറച്ച് കാലത്തിന് ശേഷം മരിച്ചു. ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ ദൈവവുമായി ഒരു ബന്ധം പോകുമ്പോൾ ദൈവം നമ്മളെ ക്രമപ്പെടുത്തുവാൻ വേണ്ടി ചില സന്ദർഭങ്ങളിലൂടെ നമ്മളെ കടന്നു കൊണ്ടുപോകും. ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തവർ, മുട്ടിന്മേൽ നിന്ന് കരയാത്ത ഒരാളും ഈ ആലയത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ദൈവം പറയുന്ന ചില ഉത്തരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്യുന്ന ചില ഉത്തരങ്ങളുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ 2ാമത് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത്, ആ സമയത്ത് അത് ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ്. ഒരു ദിവസം അവൾക്ക് വളരെ പ്രയാസം തോന്നി. അവൾ കൺസീവ് ചെയ്ത സമയത്ത് 3ാമത്തെ മാസമാണ്. ഡോക്ടർ അടുത്ത് പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടില്ല, നഷ്ടപ്പെടും. അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞു, നമുക്ക് മെഡിസിനൊക്കെ കൊടുത്തു നോക്കാം, എന്തെങ്കിലും സാധ്യതയുണ്ടോ നമുക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞു. അതൊരു ശനിയാഴ്ച ദിവസം, അത് നോട്ട് മേടിച്ച ദിവസമൊക്കെ ഈ പൈസ ഇല്ലാത്തൊരു സന്ദർഭം കൂടിയായിരുന്നു. തൊട്ടടുത്തൊരു പള്ളിയിലേക്ക് ഞാൻ ഞായറാഴ്ച രാവിലെ പ്രസംഗിക്കാനായിട്ട് പോവുകയാണ്. ഭാര്യയോ ആശുപത്രിയിലാണ്, അവളുടെ അമ്മയും മാത്രമേ. പോകാൻ നേരത്തെ എൻ്റെ കൈ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്, ദൈവത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ഒരാളാണ്, ദൈവം നമ്മെ കൈവിടില്ലായിരിക്കുമല്ലേ എന്ന്. ഞാനൊന്നും മിണ്ടിയില്ല, തിരിച്ചു വന്നു. എൻ്റെ പ്രസംഗം കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചത്തെ വീട്ടിലെത്തിയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടും, ഡിയാൻസ് ചെയ്യണമെന്ന്. അന്ന് വൈകുന്നേരം ലേബർ റൂമിലേക്ക് പോകുന്ന എൻ്റെ ഭാര്യ എൻ്റെ കൈ പിടിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രസംഗിക്കാൻ നടക്കുന്ന ഒരാളാണ്, ദൈവത്തിൻ്റെ സാക്ഷ്യം പറയുന്ന ഒരാളാണ്, എന്തുകൊണ്ട് എൻ്റെ ദൈവമേ എന്നെ ഇങ്ങനെ കൈവിട്ടതെന്ന്. ഞാൻ അവരോട് പറഞ്ഞ ഉത്തരവുണ്ട്, എൻ്റെ ദൈവത്തിൽ കൃത്യമായ ഒരു പദ്ധതിയുണ്ടെന്ന്. ഇന്ന് ഈ ആലയത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളതാണ്. ഡോക്ടർ പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനെന്തെങ്കിലും വൈകല്യം ഉണ്ടാകാം. ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു സങ്കടമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ ദൈവത്തിൻ്റെ നല്ല പ്രവൃത്തിയാണെന്ന് ചിന്തിക്കാൻ ദൈവം എനിക്ക് നല്ലൊരു മോളെ തന്നിട്ടു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് ഒരു മോളെ തന്നു. ഞാൻ നിങ്ങളോട് പറയാനുള്ള ആഗ്രഹിക്കുന്നത്,
ഈ മൊഴിയിൽ ക്രിസ്തു പറഞ്ഞതുപോലെ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ അയക്കുന്ന ഓരോ പ്രാർത്ഥനകളും, നിങ്ങൾ അയക്കുന്ന ഓരോ അപേക്ഷകളും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങൾ അയക്കുന്ന ഓരോ ചോദ്യചിഹ്നങ്ങളും ആ ബോക്സിൽ ഇങ്ങനെ ചെന്ന് വീഴുന്നുണ്ട്, ഒരു പെട്ടിയിൽ ചെന്ന് വീഴുന്നുണ്ട്. ഒരു ദിവസം ദൈവം അതിനെല്ലാം അടിച്ച് നിവർത്തി പരത്തി ഈ ലോകത്തിലുള്ള ജനങ്ങളുടെ മുമ്പിൽ ചോദ്യചിഹ്നം നിവർത്തി എങ്ങനെയാകും? ഒരു ആശ്ചര്യചിഹ്നമായി മാറും. അതിന് നിവർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യചിഹ്നത്തെ അടിച്ചു പരത്തി നിവർത്തി ഒരാശ്ചര്യചിഹ്നമാക്കി നിർത്തും. ആ ഒരു ആശ്ചര്യചിഹ്നമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നാലാമത്തെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാം ചോദിച്ചിട്ടുണ്ടാവും, ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിടുന്നത്. സങ്കടം വരുമ്പോൾ, ഏറ്റവും പ്രിയപ്പെട്ടവർ തള്ളിക്കളയുമ്പോൾ, നാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവർ, നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നമ്മെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏറ്റവും തകർക്കപ്പെട്ട അവസ്ഥയിലോട്ടുകൂടി ഇനി ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഇല്ല എന്ന് മറികടക്കാൻ കഴിയില്ല എന്ന പ്രതീക്ഷയോടുകൂടി ജീവിക്കുമ്പോൾ ജീവിതത്തോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും, എൻ്റെ ദൈവമേ നീ എന്നെ തള്ളിക്കളയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതാണ് ഉത്തരം. നിന്റെ ചോദ്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് എത്തിച്ചേരുന്നത്. ആ ദൈവസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ ആ ചോദ്യങ്ങളെല്ലാം അടിച്ചു പരത്തി എനിക്ക് ദൈവം നിനക്ക് മുമ്പിൽ ഒരാശ്ചര്യചിഹ്നമാക്കി മാറ്റും. സ്വന്തം മകനെ നൽകിയതുപോലെ നമുക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ നൽകുവാൻ വേണ്ടി പര്യാപ്തമായ വിധത്തിലാണ്. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രൂശിൽ കിടന്ന് അതിവേദനയോടുകൂടി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിടുന്നതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ്, ജീവിതത്തിൽ ഞങ്ങൾ പലപ്പോഴും ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. മറികടക്കാൻ കഴിയാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, ജീവിതത്തിൽ അതിനെ മറികടക്കുവാൻ നീ ഞങ്ങൾക്ക് ശക്തി തരണമേ. നീ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന വിശ്വാസത്തോടുകൂടി, തള്ളപ്പെട്ട ജീവിതമല്ല ഞങ്ങളുടെ എന്ന പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ നീ ഞങ്ങളോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്വന്തം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്രൂശിലെ 5-ാമത്തെ തിരുവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, എനിക്ക് ദാഹിക്കുന്നു. വെള്ളം എന്നൊരു കഥയുണ്ട്. കഥപ്രകാരമാണ് ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ടൗണിലേക്ക് പോവുകയാണ്. ഒരു 5 നക്ഷത്ര ഹോട്ടൽ അദ്ദേഹം കാണുന്നു. ഈ 5 നക്ഷത്ര ഹോട്ടലിൽ അദ്ദേഹത്തോട് വളരെ രസകരമായിട്ടാണ് അത് ആ കഥാപാത്രത്തെ വെച്ചിരിക്കുന്നത്. അദ്ദേഹം പുറത്തുനിന്ന് ഇതിൻ്റെ ബോഡിയെല്ലാം കാണുമ്പോൾ വളരെ സുന്ദരമായ ആളുകൾ കൂട്ടും സൂട്ടൊക്കെ ഇട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഉള്ളിലേക്ക് കൊണ്ടുപോയി മെനു കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാം, ഒരു പൈസയും തരണ്ട. അയാൾ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. അയാൾ പരിഷ്കാരമില്ലാത്ത ഒരു പ്രദേശത്തു നിന്ന് വന്ന വ്യക്തി ആയതുകൊണ്ട് ആ ഹോട്ടലിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മുഴുവൻ ഓർഡർ ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ കഴിച്ച ഭക്ഷണ സാധനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ കിട്ടി. ഉടൻ തന്നെ അദ്ദേഹം വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ചപ്പം അവർ പറഞ്ഞു, വെള്ളത്തിന് പൈസ തരണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, വെള്ളത്തിന് എത്രയാണ് പൈസ? ഉടൻ തന്നെ പറഞ്ഞു, ഇദ്ദേഹം ഇത്രയും നേരം കഴിച്ച ഭക്ഷണത്തിൻ്റെ 10-15 ഇരട്ടി പൈസയാണ് ഒരു കുപ്പി വെള്ളത്തിന് പറഞ്ഞത്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്നാണ് പറയുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ പ്രശസ്തമായ ഒരു ടൗണായ കേപ്പ് ടൗണിൽ നിങ്ങൾക്കറിയാം, ഒരു വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ വെള്ളത്തിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ വളരെ പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ നാം വളരെ സമ്പന്നരാണ്. നാം ഒരു വീട് വെക്കുകയാണെങ്കിൽ
ഏറ്റവും ആദ്യം ചെയ്യുന്നത് മിക്കവാറും ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ ആദ്യം ഒരു കിണർ കുഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ കിണർ കുഴിച്ചതിന് ശേഷമാണ് വീട് വെക്കാനുള്ള ഇത്. ക്രൂശിൽ കിടന്ന് യേശു ക്രിസ്തു പറഞ്ഞ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ഈ ഒരു വേദഭാഗത്ത് പല രീതിയിൽ ഇതിനെ വേദശാസ്ത്ര പണ്ഡിതന്മാർ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ജലം എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം പല രോഗങ്ങളും വരുമ്പോൾ ഡീഹൈഡ്രേഷൻ വന്നിട്ടാണ് മനുഷ്യൻ മരിക്കുന്നതെന്ന് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ വെള്ളമില്ലാത്ത ഒരവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ വാക്കുകളായി ഇതിനെ നമുക്ക് കാണുവാൻ കഴിയും. രണ്ട് തരത്തിലുള്ള ദാഹം എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയാം. ഒന്നുകിൽ അത് ആത്മീയമായ ഒരു ദാഹമാകാം, അല്ലെങ്കിൽ അത് ഭൗതികമായ ഒരു ദാഹമാകാം. യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കുന്നതിന് തലേ ദിവസമാണ് പിടിക്കുന്നത്. പിറ്റേന്ന് പുലർച്ചെ മുതൽ 4 കോടതികളിലായി യേശുക്രിസ്തുവിനെ മാറി മാറി വിസ്തരിക്കുകയാണ്. കുറ്റമില്ലെന്ന് തെളിഞ്ഞിട്ടും ജനത്തെയും ഭരണ സംവിധാനത്തെയും, നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ റോമാ സാമ്രാജ്യത്തെ ഓരോ പ്രവിശ്യകളിലെയും ഭരണാധികാരികളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി, അവരുടെ ഇംഗിതങ്ങളെ പൂർത്തീകരിക്കുവാൻ വേണ്ടി, ആ സാഹചര്യങ്ങളെല്ലാം പൊരുത്തപ്പെടുത്തുവാൻ വേണ്ടി ക്രൂശിക്കാൻ ഏൽപ്പിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ഈ ചാട്ടവാറ് കൊണ്ട് അടിക്കുമ്പോൾ രക്തം മാത്രമല്ല, അവൻ്റെ വിലാപ്പുറത്ത് നിന്ന് കുത്തുമ്പോൾ രക്തവും വെള്ളവും വന്നു എന്നാണ് കാണുന്നത്. ഈ കുരിശിൽ കയറ്റുമ്പോൾ, ഈ കുരിശിൽ നിന്ന് യേശുക്രിസ്തു അനുഭവിക്കുന്ന തലയിലെ ഒരു ഭാഗത്തു നിന്ന് മുൾക്കിരീടം വയ്ക്കുമ്പോൾ അത് തലയിലേക്ക് അമരുമ്പോൾ അവിടെ നിന്നും രക്തം പൊടിഞ്ഞു വരുന്നു എന്ന് ചരിത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നു. നിരാലംബനായ ഒരു മനുഷ്യൻ ഒരു നഗരം മുഴുവൻ പ്രദക്ഷിണം ചെയ്തതിന് ശേഷം ശരീരത്തിലെ മുഴുവൻ ജലാംശവും വാർന്നുപോയി. അതുകൊണ്ട് ചാട്ടയുടെ അടിയുടെ ഭീകരതയും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ശരീരത്തിൽ അവശേഷിച്ചിരിക്കുന്ന വെള്ളവും പുറത്തു വന്നതിന് ശേഷം വളരെ വേദനയോടുകൂടി പറയുന്ന ഒരു വാക്കാണ് എനിക്ക് ദാഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശമില്ല, ജലാംശമില്ലാത്ത ആ ശരീരഭാഗത്തു നിന്ന് പറയുകയാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് ദാഹത്തിന് വേണ്ടി, ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി നാം വെമ്പൽ കൊള്ളുന്ന ഒരു ക്രിസ്തുവിനെയാണ് അവിടെ കാണുന്നത്. മനുഷ്യർ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തുള്ളി വെള്ളം നാക്കിൽ ഉറ്റിച്ചു കൊടുക്കാറുണ്ട് ഏറ്റവും അവസാനമായി. ഇതുപോലെ മരണസമയത്ത് വെള്ളം കുടിക്കുവാനോ അല്ലെങ്കിൽ ദാഹത്തിൻ്റെ അവസ്ഥകളെ മറികടക്കുവാനോ വേണ്ടിയാണ് യേശുക്രിസ്തു ഇപ്രകാരം ചെയ്യുന്നതെന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ് ലോകത്തിലുള്ള സർവ്വജനത്തിൻ്റെയും ദാഹം മാറ്റുവാൻ പര്യാപ്തനായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവതാരം എടുത്ത ഒരാൾ ക്രൂശിൽ കിടന്ന് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു കാഴ്ച എത്ര ഭീകരമാണ്, എത്ര ഭീകരമാണ് പ്രിയപ്പെട്ടവരെ. ആ ഒരു അവസ്ഥ മറികടക്കുവാൻ വേണ്ടി അതിന് വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചാൽ ഈ ജനത്തെക്കുറിച്ചുള്ള ഒരു ദാഹത്തെക്കുറിച്ചാവാം ഒരു പക്ഷേ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടാകാം. എങ്ങനെയുള്ള ദാഹമാകാം അത്? നശിച്ചു പോകുന്ന ജനക്കൂട്ടത്തെക്കുറിച്ചുള്ള ഒരു ദാഹമാകാം ഒരു പക്ഷേ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടാകുക. യേശുക്രിസ്തു പിന്നീട് പറഞ്ഞിട്ടുള്ളത് മനുഷ്യനായി ജീവിച്ചതാണ്. അതിനാൽ യേശുവിൻ്റെ ദാഹം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ദാഹമാകാം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ചില ക്രമപ്പെടുത്തലുകളെ കുറിച്ചുള്ള ദാഹമാകാം. ഇങ്ങനെയെല്ലാം ചരിത്രകാരന്മാർ ഇതിനെ വിവക്ഷിക്കുന്നുണ്ട്. യേശുക്രിസ്തു പിന്നെയും പറഞ്ഞിട്ടുണ്ടാകുന്ന ദാഹം മറ്റൊരു രീതിയിൽ നമുക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത്തിൻ്റെ ദാഹത്തെക്കുറിച്ചാകാം, തന്നെ ഒറ്റപ്പെടുത്തിയ അല്ലെങ്കിൽ തകർന്നു പോയ ഒരു ജനക്കൂട്ടത്തിൻ്റെ ആത്മീയ ദാഹത്തെക്കുറിച്ചാകാം, വേദനിക്കുന്നവൻ്റെ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് വെമ്പൽ കൊള്ളുന്നവൻ്റെ ദാഹത്തെക്കുറിച്ചാകാം. യേശുവിൻ്റെ ദാഹം ഇതെല്ലാമായിരുന്നു. എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദാഹമായിരുന്നു യേശുവിനുണ്ടാകുന്നത്. അനാഥനായ ലോകത്തിൽ ജീവിച്ചവൻ്റെ വിമോചനമാണ് യേശുക്രിസ്തു തൻ്റെ ദാഹത്തിലൂടെ കാണിച്ചു തരുന്നത്. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന രോഗികളായിട്ടുള്ളവരുടെ സൗഖ്യമാണ് യേശുക്രിസ്തു തൻ്റെ ദാഹത്തിലൂടെ കാണിച്ചത്. കഷ്ടതയിലുള്ള ജനത്തിൻ്റെ വേദനയാണ് യേശുക്രിസ്തു തൻ്റെ ദാഹത്തിലൂടെ കാണിച്ചത്.
വഴിതെറ്റിപ്പോയ മനുഷ്യൻ്റെ നിത്യതയിലേക്കുള്ള വഴിയാണ് യേശു ക്രിസ്തു തൻ്റെ ദാഹമായി കാണുന്നത്. ഈ ദാഹം ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും ഈ ദാഹത്തിന് നമ്മളും ഉത്തരവാദിത്തമുള്ളവരാണ്. നമ്മുടെ സഭകൾ ഉത്തരവാദിത്തമുള്ളവരാണ്. എന്താണ് ആധുനിക കാലത്തെ സഭകളുടെ ദൗത്യം എന്ന് പരിശോധിക്കണം. പലപ്പോഴും വേദനിക്കുന്നവനെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? പലപ്പോഴും സങ്കടപ്പെടുത്തുന്നവനെ അരികത്ത് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? അതാകണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ദാഹം. അതാകണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളുടെ ദാഹമുണ്ടായിരിക്കണം. തകർന്ന് തരിപ്പണമായ ഒരുത്തൻ്റെ ജീവിതത്തിലേക്ക് കയറി ചെന്ന് അവരൊരാശ്വാസം കൊടുക്കുന്നതാകണം എൻ്റെയും നിങ്ങളുടെയും ദാഹം. വേദനിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വേദനയുടെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിലേക്ക് ഒരാശ്വാസമായി കയറി ചെല്ലുന്നതാകണം നമ്മുടെ ദാഹം. അതാണ് ക്രിസ്തു ആഗ്രഹിച്ചത്. 2 തരം ദാഹത്തെക്കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. ഒന്ന് ആത്മീയ ദാഹവും, 2 ഭൗതിക ദാഹവും. ഭൗതിക ദാഹം എന്നുള്ളത് വെള്ളം കുടിച്ചാൽ മാറുന്ന ഒന്നാണ്. പക്ഷെ ആത്മീയ ദാഹം എന്നുള്ളത് ഒരു സഭയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടുന്ന ഒന്നാണ്. ഈ പ്രദേശത്ത് നാം ജീവിക്കുമ്പോൾ ഈ പ്രദേശത്ത് കാണുന്ന വേദനിക്കുന്നവനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിനെ കുറിച്ചുള്ള ദാഹമായിരിക്കണം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. നടന്നു പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കാനില്ലാതെ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനോട് ഏകത്വം പ്രാപിക്കുമ്പോൾ, അവനൊരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നിന്റെ ആത്മീയ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നു. ക്രിസ്തുവിനോട് ചേർന്ന് നീ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ആ ഒരു ദാഹമാണ് യേശു ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. 2ാമത്തെ ദാഹത്തെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ വാക്ക് അനുസരിക്കാതെ തൻ്റെ കഷ്ടതയിലൂടെ തൻ്റെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവൻ്റെ നൊമ്പരത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നു. ഈ ഒരു ദാഹമാണ് നാം മാറ്റിയെടുക്കുന്നത്. യേശുവിൻ്റെ വേദന നമ്മുടെ വേദനയായി മാറണം. യേശുവിൻ്റെ ദാഹം നമ്മുടെ ദാഹമായി മാറണം. ദാഹിച്ചിരിക്കുന്ന ഒരുത്തൻ്റെ ദാഹം മാറ്റുവാൻ വേണ്ടി നാം മുന്നിട്ടിറങ്ങുമ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണം. മിക്ക സഭകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയതായി ആരും തന്നെ സഭകളിലേക്ക് വരുവാൻ, ഞാൻ കുറച്ചു മുമ്പ് നമ്മുടെ കൊയറുള്ള അംഗങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കോവിഡിന് ശേഷം ആളുകൾക്ക് സഭകളിലേക്ക് വരുവാൻ മടിയാണ്. കാരണം എന്താണ്? സഭയും ആരാധനയും വിശ്വാസവും ഇല്ലെങ്കിലും ജീവിച്ചു പോകാമെന്ന ഒരു അനുമാനത്തിൽ ജനങ്ങൾ എത്തിയിരിക്കുകയാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിത ചക്രങ്ങളെ മാറ്റിയെടുത്തു. പ്രിയപ്പെട്ടവരെ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നോ അവരുടെ മധ്യേ കടന്നു വരുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ആലയത്തിലേക്ക് കടന്നു വരണം. ഈ സഭ ആത്മീയമായി വളരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ദാഹമാണ്. നിങ്ങളുടെ കുടുംബം ആത്മീയമായി വളരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ദാഹമാണ്. നിങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ ദൈവത്തെ അറിഞ്ഞ് വളരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ദാഹമാണ്. ആ ദാഹമാണ് നമ്മുടെ തലമുറകളിലേക്ക് നാം നിറച്ചു കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 2 ദാഹങ്ങളാണ് നാം കാണുന്നത്. ഒന്ന് ഭൗതികമായ ദാഹവും, 2 ആത്മീയമായ ദാഹവും. ഭൗതികമായ ദാഹത്തെ നമുക്ക് വെള്ളം കൊടുത്ത് നിവർത്തിക്കാനായിട്ട് എടുക്കണം. പക്ഷേ ആത്മീയമായ ദാഹം, ആ ദാഹം നാം പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ തലമുറയെക്കുറിച്ച് നമുക്ക് ആത്മീയമായ ഒരു ദാഹം ഉണ്ടാകണം. നമ്മുടെ സഭയെക്കുറിച്ച് നമുക്ക് ആത്മീയമായ ഒരു ദാഹം ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് ആത്മീയമായ ഒരു ദാഹം ഉണ്ടാകണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് നമുക്ക് ആത്മീയമായ ഒരു ദാഹം ഉണ്ടാകണം. യേശു ക്രൂശിൽ പഠിപ്പിച്ചത് ഈ ദാഹത്തെക്കുറിച്ചാണ്. എനിക്ക് ദാഹിക്കുമ്പോഴും ചൂണ്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ചുറ്റുവട്ടം നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദാഹത്തെക്കുറിച്ചാണ് യേശു പഠിപ്പിച്ചത്. ആ ഒരു ദർശനവും വിശ്വാസവും ദാഹവും ഉണ്ടാകുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം പൂർണ്ണതയിലേക്കും സംശയമില്ല. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രൂശിലെ വചനത്തിലൂടെ ദാഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന കർത്താവേ, ഈ ലോകത്തിലുള്ള ജനങ്ങളുടെ ആത്മീയ ദാഹത്തെ നീ പൂർത്തീകരിച്ചു. ഞങ്ങളുടെ പ്രദേശത്തെക്കുറിച്ചോ ഞങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ചോ ഞങ്ങളുടെ സഭയെക്കുറിച്ചോ ആത്മീയമായ ഒരു ദാഹമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരസ്കരിക്കപ്പെട്ടവനെക്കുറിച്ച് ഒരു ദാഹം ഉണ്ടാകുവാൻ, മാറ്റി നിർത്തപ്പെട്ടവനെ കുറിച്ച് ഒരു ദാഹം ഉണ്ടാകുവാൻ, കഷ്ടത അനുഭവിക്കുന്നതിനെ കുറിച്ച് ഒരു ദാഹം ഉണ്ടാകുവാൻ,
പാർശ്വവൽക്കരിക്കപ്പെടുന്നതിനെ കുറിച്ച് ഒരു ദാഹം ഉണ്ടാകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കൃപയാലും ശക്തിയാലും അത് നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കിട്ടുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു മൊഴിഞ്ഞ 6ാമത്തെ മൊഴി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. അവൻ പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു. ഈ അടുത്ത സമയത്ത് ഒരു വീട്ടിൽ പ്രായമായ 94 വയസ്സ് പ്രായമായ ഒരമ്മ പലപ്പോഴും ജീവിച്ചിരിക്കുന്നത് കിടപ്പിലാണ്. രാവിലെ മകളെ വിളിച്ച് എന്തെങ്കിലും വേണം എന്ന് പറയുമ്പോൾ മകൾ കുറച്ച് പ്രോട്ടീൻ പൗഡറൊക്കെ ഒരു ഗ്ലാസ്സിൽ കലക്കിയതിന് ശേഷം അമ്മയെ കൊടുക്കും. അപ്പോൾ അമ്മയുടെ തിരിച്ചൊരു ചോദ്യം, നീ പ്രോട്ടീൻ പൗഡർ എല്ലാം കൂടെ എന്നെ കുടിപ്പിച്ചിട്ട് എന്നെ ഈ ജീവിപ്പിക്കാനാണ് നിന്റെ പരിപാടി? അമ്മയുടെ ചോദ്യം എന്താണ്? നിന്റെ പരിപാടി 94 വയസ്സായ മരണം ഇപ്പോൾ പ്രതീക്ഷിച്ചുള്ളത്. പക്ഷേ ആ മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നില്ല. ഓരോ ദിവസം ചെല്ലും തോറും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചിട്ടുള്ള അമ്മയുണ്ട്. ഈ പ്രോട്ടീൻ പൗഡർ എന്നെ കുടിപ്പിച്ചു, നീ എന്നെ പിന്നെയും ജീവിപ്പിക്കുകയാണ്. ഒരു ദിവസം ഈ ഒരു തീയോടെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ദൈവശാസ്ത്രം അമ്മയുടെ വായിൽ നിന്ന് വന്നു. അപ്പോഴാണ് ചോദിച്ചത്, ഞാൻ ഇന്നും ഉണർന്നിരിക്കുന്നുവല്ലേ? സത്യത്തിൽ അമ്മ വിചാരിച്ച രാത്രിയോട് കൂടി എല്ലാം കഴിയും, പിറ്റേ ദിവസം ഞാൻ ഉണരില്ല. പക്ഷേ മകളെ വിളിച്ചപ്പോൾ അമ്മ ഉണർന്നപ്പോൾ മകളോട് ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇതാണ്, ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ആ പുള്ളിക്കാരുടെ ഭർത്താവ് മരണപ്പെട്ട ദിവസം വന്നപ്പോൾ കൊച്ചുമകൾ ചെന്നിട്ട് വലിയമ്മയോട് പറഞ്ഞു, അമ്മമ്മേ, ഇന്ന് അച്ചാച്ച മരിച്ച ദിവസം. അമ്മാമ്മയ്ക്ക് വലിയ സന്തോഷം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് മരിക്കണം, എനിക്ക് ഇന്ന് ഇപ്പോൾ ഈ ദിവസം വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മരിക്കണം. ഇപ്പോഴും ആ അമ്മ ജീവിച്ചിരിക്കുന്നു. ഒരു കാര്യത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ ആ അമ്മയെ സംബന്ധിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വരും. ഇനി അപ്പുറത്തോട്ടൊന്നുമില്ല. അമ്മയ്ക്ക് പ്രതീക്ഷിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇനി മരിക്കുക, ഇനി മരണം വഴി ഇവിടുന്ന് വിട്ടുപോകുക. അപ്പോൾ എന്നോട് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാൻ സുഖമില്ലാതെ കിടന്നു കഴിഞ്ഞാൽ എന്നെ നോക്കണമെന്നുണ്ട്. പിന്നീട് ഒരു ചിലപ്പേരോട് പറഞ്ഞു, ബോഡി ഇവിടെ വെക്കുന്ന സമയത്ത് രാത്രി മുഴുവൻ പാട്ട് പാടും. പുള്ളിക്കാരി ചില പാട്ടുകളൊക്കെ നിർത്തുന്നത്, ആ പാട്ട് പാടും. അതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ ചെയ്ത സമയത്ത് ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു. മരിച്ചിട്ടില്ല, ഇപ്പോഴും മരിച്ചിട്ടില്ല. അമ്മ ഇങ്ങനെ ഓരോ ദിവസവും മരണത്തിൻ്റെ ആ വക്കിൽ നിന്നുകൊണ്ട് ഇപ്പം പോവും, ഇന്ന് പോവും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലേക്കുള്ള തൻ്റെ യാത്ര ഒരു പക്ഷേ യെരുശലേം ദേവാലയത്തിലേക്ക് പുറപ്പെട്ട ആ സമയം മുതൽ തുടങ്ങി. അന്ന് മുതൽ തുടങ്ങിയ ആ യാത്ര ഗെത്സമനെ തോട്ടത്തിലെ പ്രാർത്ഥനയിൽ മഹാപുരോഹിത പ്രാർത്ഥന എന്നാണ് സാധാരണ പറയാറുള്ളത്. മഹാപുരോഹിത പ്രാർത്ഥനയിൽ മനം നൊന്തുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. വേദപുസ്തകം പറയുന്നത് അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളിയായിട്ട് വീണു എന്ന് പറയുന്നത്. ആ വിയർപ്പ് അപ്രകാരം രക്തത്തുള്ളി തീവ്രമായ വേദനയോടുകൂടി അവൻ പ്രാർത്ഥിച്ചു. മനുഷ്യമായ ചിന്തയോടുകൂടി യേശു കർത്താവ് പറഞ്ഞത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. ഒരല്പസമയം കഴിഞ്ഞ ശേഷം കർത്താവ് പറഞ്ഞത്, ഇത് എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം.
ഇത് നീക്കണമേ എന്ന് പറഞ്ഞത് കർത്താവ് മനുഷ്യസഹജമായ കുറവുകളോട് കൂടി പറഞ്ഞുവെങ്കിലും നിന്റെ ഹിതം എന്താണോ അത് എന്നിൽ നിറവേറണം. അപ്പോൾ അങ്ങനെ ഒരു പൂർണ്ണതയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പുള്ള കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള മൊഴി ഞാൻ പറഞ്ഞ 7 മൊഴികൾ, 6 മൊഴികൾ, 6ാമത്തെ മൊഴിയാണ്. ആദ്യത്തെ 5 മൊഴികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഓരോ മൊഴികളിലും തൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്വങ്ങളെ ഭംഗിയോടുകൂടി നിർവഹിച്ചുകൊണ്ട് ഒരു പൂർണ്ണതയിലേക്ക് വരാത്തത്. പൂർണ്ണത എന്ന് പറയാൻ സാധാരണയായിട്ട് നമുക്കറിയാം, ചിലർക്ക് മരണത്തോട് അടുക്കുന്നതിന് മുമ്പായിട്ട് തങ്ങളുടെ കർത്തവ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് ചില വിൽപത്രങ്ങൾ എഴുതി. അത് മനുഷ്യസഹജമായ കാര്യങ്ങളിൽ വരുന്ന തലമുറയ്ക്ക് യാതൊരു തരത്തിലുള്ള പ്രതികൂലങ്ങൾ ഉണ്ടാകാതെ എൻ്റെ ഇഷ്ടം ഇതാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ, എനിക്കുള്ള സമ്പാദ്യങ്ങളിൽ ഇന്ന ഭാഗങ്ങളെ ഞാൻ ഇന്ന ആൾക്ക് വീതിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അവർ വിൽപത്രത്തിൽ എഴുതി വെച്ച് അവരുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കി. ഇവിടെ ഗസമന തോട്ടത്തിൽ തുടങ്ങിയ പീഡനത്തിൻ്റെ അനുഭവങ്ങൾ, പരിഹാസം, നിന്ന, തുപ്പി എല്ലാം ചെയ്ത ഈ കഷ്ടതകളൊക്കെയും അനുഭവിച്ച് കടന്നു വന്ന കർത്താവ് 6 തരത്തിലുള്ള വിചാരണയ്ക്ക് വിധേയനായി, മാത്രമല്ല ശാരീരികമായ പീഡനങ്ങൾക്ക് വിധേയനായി, അന്നത്തെ കണക്കനുസരിച്ച് തോൽവാൾ കൊണ്ടുള്ള അടികൾക്ക് വിധേയനായി, ശരീരം മുഴുവനും ഉഴവുചാൽ പോലെ കീറി അതിൽ നിന്ന് രക്തം വാർന്നൊഴുകി പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് രക്തവും വെള്ളവും വാർന്നൊഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞ വഴിയാണ് നിവൃത്തിയായി. എന്താണ് നിവൃത്തിയായി? നമുക്കറിയാം, മറിയ ഗർഭിണിയായി യേശു കർത്താവിനെ പ്രസവിച്ചപ്പോൾ മറിയയ്ക്കറിയാമായിരുന്നു ഈ കുഞ്ഞ് ആര്. കാനാവിലെ കല്യാണത്തിന് ആ വീട്ടിൽ വീഞ്ഞു പോരാതെ വന്ന സമയത്ത് ആ വീട്ടിലെ പോരായ്മ ആ സമൂഹ മധ്യത്തിൽ ആ വീട്ടിലെ ഒരു പ്രതിസന്ധി ആകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ പുത്രന് സാധിക്കാവുന്ന കാര്യങ്ങൾ മറിയ ചെന്ന് ആ യേശു കർത്താവിനോട് അറിയിച്ചപ്പോൾ, സ്ത്രീയെ നിനക്കെന്ത്, നിനക്കും ഞാൻ നീ തമ്മിൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ശേഷം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ അപ്പോഴും നിറച്ചു. അല്പസമയം കഴിഞ്ഞ ശേഷം ഇതിൽ നിന്ന് കോരി വിരുന്നുവാഴി കൊടുക്കുവാനായിട്ട് പറഞ്ഞു. വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറേ ഇത്രയും എളുപ്പമായ വീഞ്ഞിനെ ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് പറഞ്ഞു. സംഭവിച്ചത് എന്താണെന്ന് അമ്മയ്ക്കറിയാം. ഈ മകൻ ആരാണെന്ന് അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ആ മകനിൽ ദൈവം കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്വം എന്ത് എന്ന് ആ മാതാവിന് വ്യക്തമാണ്. ആ ഉത്തരവാദിത്വങ്ങൾ ഓരോന്നോരോന്നായി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന തലങ്ങളിൽ 33 വർഷക്കാലം തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ഭൂമിയിൽ ചെയ്ത് ഒടുവിൽ ഈ തരത്തിലുള്ളതായ പീഡനങ്ങൾ അനുഭവിച്ച്, ഈ തരത്തിലുള്ളതായ വേദനകൾ അനുഭവിച്ച്, മാനസികമായി തളർത്തിയിട്ടും ശാരീരികമായി പീഡിപ്പിച്ച് ഇല്ലായ്മ ചെയ്തിട്ടും പരീശന്മാരുടെയും സദൂക്കന്മാരുടെയും ശാസ്ത്രിമാരുടെയും മഹാപുരോഹിതന്മാരുടെയും സന്നദ്ധ സംഘത്തിൻ്റെയും മുഴുവനുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും വഹിച്ചുകൊണ്ട് ഒടുവിൽ അവനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് കഴിഞ്ഞ സംതൃപ്തിയോടുകൂടിയാണ് ഗോൽഗോഥായിലെ കുരിശിൻ്റെ താഴെ ഈ ആൾക്കാരെല്ലാം വന്ന് കൂടി നിന്നു. ഇവരെല്ലാം നോക്കി, അവരെല്ലാം ഉദ്ദേശം പൂർത്തിയായി. പക്ഷേ ദൈവം തൻ്റെ പുത്രനിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് താൻ അപ്രകാരമുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു. ഇല്ലെങ്കിൽ കർത്താവിന് പറയാമായിരുന്നല്ലോ, സദാദിനം പ്രാർത്ഥിച്ചു കഴിയുമെങ്കിൽ, ഇല്ല സദാദിനല്ല, മറ്റേ ഒരു ചുറ്റുമുള്ള പടയാളികൾ നിന്ദിച്ച് പറഞ്ഞു, കഴിയുമെങ്കിൽ നീ നിന്നെ തന്നെ ക്രൂശിൽ നിന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് കർത്താൻ സാധ്യമായിരുന്നു? മലമേൽ ഗോപുരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് അവനോട് പറഞ്ഞു, നീ ഈ ഗോപുരത്തിന്റെ മുകളിൽ താഴേക്ക് ചാടി, ഞാൻ നിന്നെ കൈകൾ വഹിച്ചുകൊള്ളാം. യേശു കർത്താവ് ചാടാമായിരുന്നു, അവൻ ചെയ്തില്ല. തിരുവചനം എന്താണോ പറയുന്നത് അതനുസരിച്ച് പൂർത്തീകരിക്കുന്നു. തിരുവചനം പറഞ്ഞിട്ടുള്ളത് ഈ ഭൂമിയിൽ കഷ്ടതകളുടെയും പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിലൂടെ തന്നെ കടന്നുപോയി
മാനവരാശിക്ക് എന്ത് ചെയ്യുക, അവരുടെ ജീവന്റെ ഈ അനുഭവത്തിൽ നിന്ന് ഒരു പുതിയ തലത്തിലേക്ക് അവരെ എടുത്ത് ഉയർത്തത്തക്ക രീതിയിൽ, അവരെ പുതിയ ഒരു മാനത്തിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ നീ ഈ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടത് ആണ് എന്നുള്ളതാണ് ദൈവനിശ്ചയം. അതേ പുത്രൻ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കണമേ എന്ന് കർത്താവ് പറഞ്ഞിട്ടും അല്പം കഴിഞ്ഞ ശേഷം എങ്കിലും നിന്റെ ഇഷ്ടം എന്ത് എന്ന് അറിഞ്ഞുകൊണ്ട് പിതാവിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് ഈ മൊഴികളൊക്കെയും പറയുന്നത്. നിവൃത്തിയല്ല, എന്നിൽ തന്നിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഞാൻ പൂർണ്ണമാക്കി കഴിഞ്ഞു. ദൈവമേ, നീ എനിക്ക് തന്ന ഉത്തരവാദിത്വം എന്തൊക്കെയാണോ അതൊക്കെയും ഞാൻ ഈ ഭൂമുഖത്ത് പൂർണ്ണമാക്കി കഴിഞ്ഞു. ഇനി അപ്പുറത്തേക്കൊന്നുമില്ല. എനിക്ക് നിന്നിൽ വന്ന് ചേരുവാനായിട്ടുള്ള സമയം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ അവൻ പറഞ്ഞത്, ഞാൻ ഇതാ എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് അവൻ കുളിച്ച വീഞ്ഞ് കുടിച്ചു. സാധാരണയായിട്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ കുളിച്ച വീഞ്ഞ് കൊടുക്കുന്നത് ശാരീരികമായിട്ടുള്ള വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഈ കള്ളന്മാർക്ക് ക്രൂശിൽ കിടക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു സംഖ്യയാണ് കുളിച്ചതായ വീഞ്ഞ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന വേദനകളൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഈ കുളിച്ച വീഞ്ഞിനെ യേശുത്താവിൻ്റെ ചുണ്ടോട് എടുപ്പിച്ചു കൊടുത്തത്. ആദ്യ ഭാഗത്ത് യേശുത്താവ് നിരാകരിച്ചു കളഞ്ഞു. രണ്ടാമത്തെ ഭാഗത്ത് അവൻ അല്പമൊന്നും ഉപയോഗിച്ചു. കാരണം ഈ തീവ്രമായ വേദന സഹിക്കുവാനായിട്ട് കഴിയാത്ത തലത്തിലേക്ക് മാറിക്കൊണ്ടു പോവുകയും ഇത് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന രംഗങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ മനസ്സിൽ തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് അവൻ പറഞ്ഞ മൊഴിയാണ് നിവൃത്തിയായി. ഇനി അപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാനായിട്ടില്ല. ഭൂമിയിൽ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി, മനുഷ്യരുടെ ശാപങ്ങൾക്ക് വേണ്ടി, മനുഷ്യരുടെ ജീവിത അവസ്ഥകൾക്ക് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ ഏറി മരണം അനുഭവിക്കേണ്ട ഉത്തരവാദിത്വം ദൈവം അവന് ചെറുപ്പത്തിലേ നിക്ഷിപ്തമാക്കി കൊടുത്തുകൊണ്ടാണ് കാലാന്ത്യത്തിൽ അവൻ്റെ ന്യായപ്രമാണത്തിന് കീഴെ കന്യകയിൽ ജനിച്ച നാട്ടുഭൂമിയിലേക്ക് ഗലാത്യർ 4-ാം അധ്യായത്തിലാണ് അവൻ ന്യായപ്രമാണത്തിന് കീഴെ സ്ത്രീയിൽ ജനിച്ചവനായിട്ട് ഇവിടെ വരേണ്ടിയിട്ടുള്ളത് ദൈവം കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം തൻ്റെ ജീവിതത്തിൻ്റെതായ ക്രൂശിൽ അവസാന ഭാഗങ്ങളിലേക്ക് എത്തി വരുമ്പോൾ അവൻ പറയുന്നത്, ഞാനിതെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു, എല്ലാം നിവൃത്തിയായി. ഇനി അപ്പുറത്തോട്ട് എനിക്ക് ഒരു കാര്യവും ചെയ്യാനായിട്ടുള്ള ദൈവമേ, നിന്റെ ഹിതം എന്തായിരുന്നു അതിനെ പൂർത്തീകരിക്കാനായിട്ട് നീ എന്നെ ഇടയാക്കി. അപ്പോൾ വരുന്ന തലമുറയുടെയും കഴിഞ്ഞുപോയ തലമുറയുടെയും നിന്ന തലമുറയുടെയും ഇപ്പോഴുള്ള തലമുറയുടെയും വരുവാനുള്ള തലമുറയുടെയും ആത്മീയമായിട്ടുള്ള ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ കാൽവരി ക്രൂശിൽ മരിച്ചത്. നമുക്ക് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വിചാരിക്കാറുണ്ട് ഇവിടെ അവസാനിച്ചു. ചിലർക്കെയും ചിന്തിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇവിടെ എല്ലാം തീർന്നു, അപ്പുറത്തൊന്നുമില്ലല്ലോ. കാരണം മറ്റൊന്ന് ആസ്വദിക്കാനായിട്ട് വേറെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ ആസ്വാദനത്തിന് കീഴിൽ കടന്നു പോകും. പക്ഷെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞവരുടെ പോലും ജീവന് വേണ്ടിയിട്ട് തന്നെ താൻ സ്വയം ഇല്ലാതെയാക്കുന്ന ഒരനുഭവത്തിലൂടെ ദൈവം അവരെ നടത്തിക്കൊണ്ടുപോയി. കാൽവരി ക്രൂശിൽ അവസാന മൊഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, എല്ലാം നിവൃത്തിയായി. ഈ നിവൃത്തിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവനിലേക്കുള്ള ഒരു നല്ല പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് അവൻ എല്ലാ കാര്യങ്ങളെയും പൂർത്തീകരിച്ചത്. ജീവനിലേക്കുള്ള എല്ലാവിധമായ കാര്യങ്ങളെയും പൂർത്തീകരിച്ച ശേഷം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ആത്മാക്കൾ നിത്യതയിൽ ദൈവത്തോടു കൂടി ഉണ്ടായിരിക്കണം എന്നുള്ള നല്ല ചിന്തയോടുകൂടിയാണ് അവൻ ഈ കാര്യങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് യവനീ കുഴിയിലേക്ക് മറിയാനായിട്ടാണ് കടന്നു പോകുന്നത്. അതിനുശേഷം അരമത്തിയിലെ യോസഫും നിക്കോദമോസൊക്കെയും ചേർന്ന് അവരുടെ ശരീരം എടുത്തുകൊണ്ട് ഒരിക്കലും വേറെ ആരെയും വെച്ചിട്ടുള്ള കല്ലറയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള ഒരു വാക്യം കൂടി നമ്മുടെ ചിന്തകൾക്ക് വരാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിച്ച പദ്ധതികളെ പൂർത്തീകരിക്കാൻ ദൈവം പറഞ്ഞു, ഞാൻ എല്ലാം ചെയ്തതിനു ശേഷം ഇതാ നിവൃത്തിയായി. ഞാൻ ഈ ഉത്തരവാദിത്വം, നീ തന്നിട്ട് ഉത്തരവാദിത്വം ഞാനിതാ മറന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം അനുസരിച്ച് നാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ദൈവം തന്നെത്താൻ സ്വയം ഇല്ലായ്മ ചെയ്ത് നമ്മെ ആത്മരക്ഷയുടെ അനുഭവങ്ങളിലേക്ക് എടുത്തുയർത്തുവാൻ അവൻ എല്ലാറ്റിൽ നിന്നും നിവൃത്തനായി കടന്നു പോകുന്ന ഒരു അനുഭവം നമ്മുടെ മധ്യത്തിലേക്ക് കാണിച്ചു. അതുകൊണ്ട് കർത്താവായ ക്രൂശിൽ കിടന്ന് നമ്മളുടേതായ
6-ാമത്തെ മൊഴിയിൽ അവൻ പുളിച്ച വീഞ്ഞ് കുടിച്ചതിന് ശേഷം എല്ലാം വൃത്തിയായി എന്ന് പറഞ്ഞു അവൻ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥന. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സത്യപിതാവേ, അങ്ങ് തൻ്റെ ഏകജാതനായ പുത്രന് കൊടുത്തിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും പൂർത്തീകരിക്കാൻ ദൈവസാന്നിധ്യം നിന്റെ മകനോട് കൂടി ഉണ്ടായിരുന്നു. അതിമാനവരാശിത പാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വൻ പ്രവൃത്തിയാണ് എൻ്റെ മകനിലൂടെ ചെയ്തതെന്ന് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് ഉൾപ്പെടണമേ. ഇടപെടുന്നതിനെ ഓർക്കുന്ന നിങ്ങൾ സ്തോത്രം ചേർത്താണ്. ദൈവം ക്രൂശിൽ കിടന്ന് അവൻ കഴിഞ്ഞു എല്ലാം നിർവൃത്തിയായി. മാനവരാശിക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന പ്രവൃത്തികളൊക്കെ പൂർത്തീകരിച്ച ഒരു നല്ല വാചകമാണ് കർത്താവേ അങ്ങയുടെ പുത്രൻ ക്രൂശിൽ കിടന്നുകൊണ്ട് കഴിഞ്ഞത്. ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ചേർത്തുകൊള്ളുവാനും അങ്ങയുടെ കൂടെ നിത്യതയിൽ വസിപ്പാനും ഞങ്ങളെല്ലാവരെയും നിന്റെ കരങ്ങളിൽ ചേർക്കുവാനായിട്ട് ആ പൂർണ്ണതയിൽ നിന്നോട് കൂടെ വസിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നവർക്ക് കൂടി കേൾക്കുമാറാണ്. ക്രൂശിലെ 7-ാമത്തെ തിരുവചനം ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം. അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തിരുക്കയിൽ ഏൽപ്പിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാർത്ഥനയെ വിട്ടു. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഏകദേശം ഒരു 2 മാസം മുമ്പ് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അവരോട് ചോദിച്ചു, എന്താണ് ആത്മഹത്യ ചെയ്യാൻ കാരണം? അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഡിപ്രഷനോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ പറഞ്ഞ മറുപടി വളരെ രസകരമായിട്ട് തോന്നി. ഭൂമിയുടെ ചില ചലനങ്ങളെല്ലാം നമുക്കെതിരായി വരുന്നതായി എനിക്ക് തോന്നുന്നു. ഇനി ഒരു പ്രളയം ചിലപ്പോൾ ഈ മഴക്കാലത്ത് സംഭവിച്ചാൽ അങ്ങനെ മരിക്കുന്നതിന് നല്ലത് ഞാൻ നിശ്ചയിച്ച സമയത്ത് ഞാൻ മരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് തൂങ്ങി മരിച്ചു. 2004 കാലഘട്ടത്തിൽ വയനാട് ജില്ലയിൽ ഞാനൊന്ന് വേൾഡ് വിഷൻ എന്ന് പറഞ്ഞ സംഘടനയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ശരാശരി ഒരു ദിവസത്തിൽ ഒരാളെങ്കിലും ആ സമയത്ത് ആത്മഹത്യ ചെയ്യുമായിരുന്നു. എന്നിട്ട് പത്രമാധ്യമങ്ങളെല്ലാം പറഞ്ഞു ഒരു കാര്യം, കാർഷിക ആത്മഹത്യ തന്നെയായിരുന്നു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവൻ്റെ ആത്മാവാണ്. ആത്മാവിൻ്റെ നഷ്ടം. നമ്മളെല്ലാം ജീവിക്കുന്നത് ഈ നശ്വരമായ ഈ ഒരു ശരീരത്തിന് വേണ്ടിയല്ല. ഈ ഒരു ശരീരത്തിൽ എത്ര പൗഡർ ഇട്ടാലും എത്ര വൃത്തിയാക്കിയാലും എത്ര പുട്ടിയിട്ടാലും ഇതെല്ലാം മണ്ണിനോട് ചേർന്നതാണ്. ഈ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ലോകത്ത് ഈ കാലം വരെ ജീവിച്ചിരുന്ന എന്താ പറയുക സ്വന്തം കൈകൊണ്ടും പ്രവൃത്തി കൊണ്ടും വാഴ കൊണ്ടും എല്ലാം ലോകത്തെ നിയന്ത്രിച്ചിരുന്ന നാക്കുകൊണ്ടും നിവർത്തിച്ചിരുന്ന ആളുകളൊന്നും ജീവിച്ചിരിക്കില്ല. അവരെല്ലാവരും മരിച്ചു. അവരെല്ലാം മണ്ണിലേക്ക് ചേർന്നു, മണ്ണായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ആത്മാവാണ്. യേശുക്രിസ്തു ചെയ്തൊരു കാര്യം, താൻ ഈ ലോകത്തിൽ നിന്ന് പോകുന്നു എന്ന സമയത്ത് പ്രത്യാശയോടുകൂടി താൻ ഈ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിധിയായ തൻ്റെ ശരീരത്തിന് ശേഷം തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ സന്നിധിയിൽ മടക്കി കൊടുത്തിട്ട് പോകുന്നു എന്ന വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് കാണുന്നത്. നമ്മുടെ ജീവിതത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ആത്മാവിനെ ദൈവസന്നിധിയിൽ തിരിച്ചെത്തിക്കണം. ക്രിസ്തു പറഞ്ഞ 7 മൊഴിയിൽ 3 മനുഷ്യരോടും അതുപോലെ തന്നെ 2 പിതാവിനോടുള്ള അപേക്ഷയുമാണ്. ആദ്യത്തെയും അവസാനത്തെയും പിതാവിനോടുള്ള അപേക്ഷയാണ്. 1-ാമത്തെ മൊഴിയും 7-ാമത്തെ മൊഴിയും പറയുന്നത് പിതാവെ എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ്. ക്രിസ്തു അതുകൊണ്ട് മഹത്തായ ഒരു മാതൃകയോടെ കാണിച്ചു തരുന്നു. ക്രിസ്തുവിൻ്റെ ആരംഭവും അവസാനവും പിതാവിനാണ്. പിതാവിങ്കിൽ നിന്ന് വന്ന് പിതാവിൽ തന്നെ സമർപ്പിച്ച് തിരിച്ചു പോകുന്ന ഒന്നാണ് ക്രിസ്തുവിൻ്റെ ജീവിതം. അവസാനമായി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉപനിധിയായ തൻ്റെ ആത്മാവിനെ പിതാവായ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു എന്നാണ് കാണുവാനായിട്ട് കഴിയുന്നത്. 7 എന്ന സംഖ്യയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്.
7 പരിപൂർണത വെളിപ്പെടുന്നതായിട്ട് കാണുന്നത്. 7 എന്നുള്ളത് സ്വസ്ഥതയുടെയും വിശ്രമത്തിൻ്റെയും സംഖ്യയാണ്. 6 ദിവസം കൊണ്ട് ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം 7-ാമത്തെ ദിവസം വിശ്രമിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ യേശുക്രിസ്തു 6 വാക്കുകളെ ഇതുപോലെ തന്നെ നിവർത്തിയതിനു ശേഷം 7-ാമത്തതിലാണ് അതിൻ്റെ പൂർണ്ണത വരുത്തിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണുന്നു, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാണ്. എന്താണ് ആത്മാവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം? ആത്മാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഏറ്റവും നേത്രമായ ഒരു സത്തയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിലെ പ്രകാരം പറയുന്നുണ്ട്, അതിൽ വിവക്ഷിച്ച് പറയുന്നുണ്ട് ദേഹത്തെക്കുറിച്ചും ദേഹിയെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും. ഉന്നതമായ ഒരു സത്തയാണ് ആത്മാവെന്നുള്ളത്. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ആത്മാവിനെയും ഭൂമിയെക്കുറിച്ചുള്ളത് ദേഹിയുമാണെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നു. എന്താ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം? മൃഗങ്ങൾക്ക് ആ ഒരു ആത്മാവില്ല. മനുഷ്യനെയും മൃഗങ്ങളെയും വേർതിരിക്കുന്നത് ആത്മാവെന്നുള്ളൊരു ഘടകമാണ്. അതുകൊണ്ട് വിശ്വാസം, പ്രത്യാശ, ആരാധന, ഈ പ്രവൃത്തികളുടെ എല്ലാം അവസാനം നമ്മുടെ ആത്മാവിൽ എത്തിച്ചേർന്ന ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് നാം സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. സ്തെഫാനോസ് അവന്റെ മരണസമയത്ത് പ്രകാരം പറയുന്നു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ കയ്യിലേക്ക് സമർപ്പിക്കുന്നു എന്ന്. നമുക്ക് എത്ര പേർക്ക് വിശ്വാസത്തോടു കൂടി പറയുവാൻ കഴിയും, ദൈവമേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ കയ്യിലേക്ക് സമർപ്പിച്ച് മരിക്കുന്നു? നമുക്ക് മരിക്കുന്നു കേൾക്കുമ്പോൾ ഭയമാണല്ലേ? മരണം എന്ന് പറയുമ്പോൾ പത്രങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ, നമ്മൾ ചരമക്കോളൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ സമാനതകളുള്ള പ്രായമുള്ള ആരെങ്കിലും മരിച്ചു നോക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ശരിയല്ലേ? അടുത്ത ചോദ്യം എന്താ ചോദിക്കുക? എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിക്കുക. അപ്പൊ പറയും, ചിലർ പറയും ചെറുപ്പക്കാരാണ് ഇവർ അറ്റാക്കോ എത്ര വയസ്സായിരുന്നു? ചിലർ പറയും കുറെ കാലമായി കിടപ്പിലായിരുന്നു. കിടപ്പിലായിരുന്നില്ലേ? ഒരു സമാധാനം. അപ്പൊ മരണം എന്നുള്ളൊരു കാര്യം നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. നമ്മൾ വിശ്വാസത്തോടു കൂടി ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പറയാനുണ്ടാകേണ്ട ഒരു കാര്യം, ദൈവമേ, എൻ്റെ ആത്മാവിനെ നിന്നെ ഏൽപ്പിച്ച് ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വന്നു ചേരാൻ വിശ്വാസവും ഒരുക്കവും ഉള്ളവനായിരിക്കണം. 7-ാമത്തെ മൊഴി ഒരുക്കം എന്നാണ് പറയുന്നത്. നമുക്ക് ഒരുക്കം ആവശ്യമാണ്. 7-ാമത്തെ മൊഴിയിലൂടെ കർത്താവ് പഠിപ്പിക്കുന്നതാണ്, നീ ഒരുക്കമുള്ളവനായിരിക്കണം. നിന്റെ ആത്മാവിനെ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുവാൻ ഒരുക്കമുള്ളവനായിരിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ പാനീയകം ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളമാണ് ക്രിസ്തു അനുഭവിച്ച മരണം. അതുകൊണ്ട് സ്വന്തം ജീവൻ കൊടുത്തു. പിന്നീട് വേദഭാഗങ്ങളിൽ കാണുന്ന ഒരു കാര്യം, പിതാവിനെ മാനിക്കുന്ന ഒരു പുത്രനെയാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സുവിശേഷ വേദഭാഗങ്ങളിൽ 174 പ്രാവശ്യം പിതാവ് എന്ന് അഭിസംബോധന ചെയ്യുന്നതായിട്ട് കാണാം. മത്തായിയുടെ സുവിശേഷത്തിൽ 44 പ്രാവശ്യം, മർക്കോസിന്റെ സുവിശേഷത്തിൽ 4 പ്രാവശ്യം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 7 പ്രാവശ്യവും 17 പ്രാവശ്യവും, യോഹന്നാന്റെ സുവിശേഷത്തിൽ 109 പ്രാവശ്യം പിതാവ് എന്ന് യേശു കർത്താവ് അഭിസംബോധന ചെയ്യുന്നുണ്ട്. പിതാവിൽ ആശ്വാസം കണ്ടെത്തുന്നു, പിതാവിൽ ആശ്വാസം കണ്ടെത്തുന്നു. നമ്മുടെ ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ ആശ്വാസം കണ്ടെത്തുന്നത് ഏതിലാണ്? മദ്യത്തിലും മയക്കുമരുന്നിലും അതുപോലെയുള്ള ലോകത്തിൻ്റെ ഇമ്പങ്ങളിലുമാണ്. എന്നാൽ യേശു കർത്താവ് ആശ്വാസം കണ്ടെത്തിയത് പിതാവിലാണ്. പിതാവായ ദൈവത്തിങ്കൽ ആശ്വാസം കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നത്, നമ്മുടെ കുടുംബജീവിതങ്ങൾക്ക് ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നത്, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കൊരു പൂർത്തീകരണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പിതാവിൽ ആശ്വാസം കണ്ടെത്തണം. അതുപോലെ തന്നെ ഒരുക്കമുള്ളവരായിരിക്കണം. ഏത് സമയത്ത് വന്നാലും ഏത് സമയത്ത് ദൈവത്തോട് ചേർന്നിരിക്കാൻ പര്യാപ്തനാണെന്ന് ബോധ്യം വരുത്തുന്ന ഒരു ക്രൈസ്തവ ജീവിതമായിരിക്കണം നമ്മുടേത് എന്നുണ്ടാകണം. മറ്റൊരു കാര്യം, യേശു ഇവിടെ പൂർത്തീകരിച്ചത് രക്ഷയുടെ ഒരു ഭദ്രതയാണ്. രക്ഷ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ഭദ്രതയാണ് കർത്താവ് ഇവിടെ കാണിച്ചു തരുന്നത്. പാപിയെ സംബന്ധിച്ച് ആദ്യം മരണവും പിന്നീടാണ് ന്യായവിധിയും. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നേരെ തിരിച്ചായിരുന്നു, ആദ്യം ന്യായവിധിയും പിന്നീട് മരണവുമാണ്. ഇത്രയെല്ലാം കഷ്ടപ്പാടുകൾ നമുക്ക് വേണ്ടി ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സ്നേഹമുള്ളവർക്ക് വേണ്ടിയാണ് നാം എല്ലാം ചെയ്തു കൊടുക്കുന്നത്. സ്നേഹമുള്ളവർക്ക് വേണ്ടിയാണ് നാം ജീവിതത്തിൽ എല്ലാം തിരസ്കരിക്കപ്പെടുന്നത്. ആരുമല്ലാതിരുന്നിട്ടും
ആരുമില്ലാതിരുന്നിട്ടും എന്നെയും നിങ്ങളെയും സ്വന്തം ചുമലിലേറ്റിക്കൊണ്ട്, എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ സ്വന്തം ചുമലിലേറ്റിക്കൊണ്ട് യേശു ക്രിസ്തു ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അത് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ. ഏഴാമത്തെ വാക്കിൽ, ഏഴാമത് ക്രിസ്തു ക്രൂശിൽ കിടന്ന വാക്കിന് പ്രകാരം പറയുന്നു, നീ ഒരുക്കമുള്ളവനായിരിക്കണം. നിന്റെ ആത്മാവിനെ നീ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങളെ എടുത്ത് പരിശോധിച്ച് നോക്കുക. എത്രയെത്ര വ്യക്തികളാണ് ഈ ലോകത്തിൽ നിസ്സാരമായ പ്രശ്നം വരുമ്പോൾ അതിനെ തൃണവൽ കഴിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത്? എത്രയെത്ര കുടുംബങ്ങളാണ് ആത്മഹത്യയുടെ നേരിടുന്നത്? ഞാനറിയുന്നൊരു കൊച്ചു മോനുണ്ട്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ബത്തേരിയിൽ ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ 5 വയസ്സുള്ള കുട്ടിയാണ്. അവനൊരു ദിവസം അവൻ്റെ ചേട്ടനുമായിട്ട് അടിയുണ്ടാക്കി. അടി കൂടി രണ്ടുപേരും കൂടെ ഭയങ്കര കച്ചറയായി. അവസാനം അവൻ്റെ ചേട്ടൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റർ ഇട്ട എന്തോ ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ട കയ്യിൽ അവൻ്റെ അനിയൻ കയറി തിരിച്ചു. അമ്മ പറഞ്ഞു, ചേട്ടനെ ഞാൻ ആശുപത്രി കൊണ്ടിട്ട് തിരിച്ച് ഇപ്പം വരാം, അതിന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ആ ചെറിയ കുട്ടി അവൻ വീട്ടിലുള്ള ഫാന് കയറി കേട്ടിട്ട് ചത്തു. ഒന്നാലോചിച്ച് നോക്കുക. നമ്മുടെ തലമുറകൾക്ക് സഹിക്കാനുള്ളൊരു കഴിവില്ല, ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാനുള്ള പ്രശ്നമില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉപാധിയായിട്ട് അവർ കാണുന്നത് അവരുടെ ആത്മാവിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ പരിസരത്ത് ആരെങ്കിലും ആത്മാവിനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നാം അറിയുന്ന ആരെങ്കിലും ആത്മാവിനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നാം കൂടി അതിൽ ഉത്തരവാദിത്വമുള്ളവരാണ്. നശിച്ചു പോകുന്ന ഒരു ആത്മാവിനെ നേടുവാൻ വേണ്ടി നമുക്ക് കഴിയണം. അവിടെയാകണം വിശ്വാസം. യേശു പറഞ്ഞു, നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കരുത്. നിന്റെ ആത്മാവിനെ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് വിശ്വാസമുള്ള ഒരു പൂർത്തീകരണമുള്ള ഒരു മരണമാണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും കർത്താവ് കാണുന്നത്. അതിനുവേണ്ടി നമുക്ക് തീരണം. പിതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ചോദിക്കണം, എത്ര ആത്മാവിന് നിനക്ക് രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന്. ആ ഒരു ചോദ്യത്തിന് കൂടി നാം ഉത്തരം പറയണം. വീണ്ടും വരുമ്പോൾ നീ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ആ പ്രശ്നങ്ങളുടെ മധ്യത്തിലൂടെ നാം നടക്കുന്ന സമയത്ത് എവിടെയും അഭയമില്ലാതിരിക്കുമ്പോൾ നീ ഓടിച്ചേരുന്ന ഒരു സ്ഥലമുണ്ട്, കാൽവരി ക്രൂശ്. അവിടേക്ക് നീ ഒന്ന് വെറുതെ തിരിഞ്ഞു നോക്കുക. ആരുമല്ലാതിരുന്നിട്ടും നമുക്ക് വേണ്ടി അവസാനത്തിൻ്റെ രക്തം വരെയും ഊറ്റിത്തന്ന ദൈവം, മാതൃകാപരമായ ജീവിതം നയിച്ച ദൈവം, മനുഷ്യന്റെ അവതാരമായി ഏറ്റെടുത്തുകൊണ്ട് എന്നെയും നിങ്ങളെയും ചേർത്ത് പിടിച്ച ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയണം. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോകുന്ന സമയത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിനെ കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിനെ കാണണം. നിങ്ങൾ ഒരു തീരുമാനമെടുക്കാൻ പോകുന്ന സമയത്ത് ക്രൂശിതനായ ക്രിസ്തുവിനെ കാണണം. എല്ലാവരും നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എനിക്ക് മുറുകെ പിടിക്കുവാൻ വേണ്ടി എൻ്റെ ഒരു ക്രൂശുണ്ടെന്ന ക്രൂശിതനായ ക്രിസ്തുവിനെ കാണണം. ആ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ക്രൂശിനെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ആത്മാവിനെയും ദൈവസന്നിധിയിൽ ഭരമേൽപ്പിച്ച് ഉത്തമമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ദൈവമേ, 7 വചനങ്ങൾ നിങ്ങൾ ചിന്തിച്ചു. നീ ഞങ്ങളെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ, അന്ത്യസമയത്ത് പറയുന്ന വാക്കുകൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ളതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഒരപ്പൻ മക്കളോട് പറയുന്നത് പോലെ ഈ 7 വാക്കുകളും ഞങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിച്ച് കാണിക്കുവാൻ ദൈവം ഇടയാക്കണമേ. ഞങ്ങളുടെ ആരുടെയും ആത്മാവിനെ നശിപ്പിച്ചു കളയുവാൻ അങ്ങ് ഇടവരുത്തരുതേ. അനേകം ആത്മാക്കളെ നേടുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. മരണം അതിൻ്റെ ഒരു പ്രതിനിധിയല്ല. ജീവിതകാലത്ത് ദൈവം ഏൽപ്പിച്ച കാലത്തിന് ശേഷം എൻ്റെ ആത്മാവിനെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു എന്ന വിശ്വാസത്തോടുകൂടി സ്തെഫാനോസിനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ മാതൃകാപരമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ ക്രിസ്തു കൃപ ചെയ്യണമേ.